എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഷ്ടി ഒരു മാസത്തിന് ശേഷം ക്ലാസ്സുകളിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. വെക്കേഷനാണ് എന്നൊന്നും പറഞ്ഞ് നമുക്ക് ഇരിക്കാൻ അധികം സമയമില്ല. കാരണം ഇപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥകളിൽ എപ്പോഴാണ് പരീക്ഷ നടത്താൻ പറ്റുകയെന്നറിയില്ല. അപ്പോൾ എപ്പോഴാണ് അനുകൂലമായ സാഹചര്യം വരെയെങ്കിലും അപ്പോൾ പെട്ടെന്ന് നടത്താം എന്ന് മാത്രമേ നിവൃത്തിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പോർഷനൊക്കെ കൃത്യമായി എടുത്ത് തീർക്കണം എന്നുള്ളൊരു നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ക്ലാസ്സുകൾ വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സഹകരിക്കുക. നിങ്ങളെല്ലാവരും ഇപ്പോൾ കൊറോണ കൂടി വരുന്ന കാലത്ത് നിങ്ങൾ പരമാവധി പുറത്തു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. തീരെ നിവൃത്തിയില്ലാത്ത സന്ദർഭങ്ങളിൽ മാത്രം ഇറങ്ങുക. ഈ ഒരു മാസം നിങ്ങൾ അറിയാൻ കഴിഞ്ഞ ഈ 4th സെമ്മിൻ്റെ പോർഷനൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കൽ വളരെ കമ്മിയായിരുന്നു. സാധാരണ എടുക്കുന്ന സമയങ്ങളിൽ നമ്മൾ ജനുവരി മുതൽ തുടങ്ങി ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഒക്കെ ക്ലാസ് എടുക്കലുണ്ടായി. ഒക്കെ പാർട്ടിസിപ്പേഷൻ വളരെ കുറവായിരുന്നു. എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇനിയെങ്കിലും നിങ്ങൾ S4-ന് വേണ്ടിയിട്ട് സമയം ചിലവഴിക്കുക. 4th സെമസ്റ്ററിൻ്റെ പോർഷൻസ് എല്ലാം കൃത്യമായി പഠിക്കുക. S3യുടെ എക്സാം കഴിഞ്ഞാൽ ഉടനെ അത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്താണ് ഇപ്പോൾ കൊറോണയുടെ ഇത് ഒടുങ്ങിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. കുറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ എന്തായാലും ഉണ്ടാവുകയാണെങ്കിൽ ചിലപ്പോൾ എല്ലാം കൂടി പെട്ടെന്ന് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും പഠിച്ച് പ്രിപ്പയറായി ഇരിക്കുക. അല്ലാണ്ട് നമുക്ക് വേറെ നിവൃത്തിയൊന്നുമില്ല. 3rd സെമ്മും 4th സെമ്മൊക്കെ കൂടി ഒരുമിച്ച് നോക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ എല്ലാവരും പരമാവധി അറ്റൻഷൻ കൊടുക്കുക ക്ലാസ്സുകൾക്ക് ഇനിയെങ്കിലും. എന്നാലേ S3, S4 നല്ല രീതിയിൽ നമുക്ക് വിഷയങ്ങളൊക്കെ മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പരീക്ഷ മാത്രം അല്ല നമ്മുടെ എയിം എന്ന് നിങ്ങളെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മൾ പ്രൊഫഷണൽ കോഴ്സാണ്, ജോലിയാണ് പ്രധാനം. എക്സാം ജയിച്ചു പോകുന്ന അത്ര എളുപ്പമല്ല ജോലി കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കണ്ടൻറ്റ് മനസ്സിലാക്കി, എല്ലാ പറയുന്നതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കി പോകാൻ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഡാറ്റ സ്ട്രക്ചേഴ്സ് നമ്മുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു സബ്ജക്റ്റാണ്. ഞാൻ അതിൻ്റെ ഇമ്പോർട്ടൻസ് കുറേ ആദ്യം മുതൽ തന്നെ പറയുന്നതാണ് ഡാറ്റ സ്ട്രക്ചേഴ്സിൻ്റെ. അപ്പോൾ എല്ലാവരും വളരെ നന്നായിട്ട് ഇനിയുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാവുള്ളൂ. ഓക്കെ, നമ്മൾ ബൈനറി സെർച്ച് ട്രീ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. 3rd മോഡ്യൂളിൽ വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ് ബൈനറി സെർച്ച് ട്രീ എന്ന് പറയുന്നത്. ബൈനറി ട്രീ ആണ്, മാക്സിമം 2 ചിൽഡ്രൻ ആണുള്ളത് ഓരോ നോഡിനും എന്നുള്ളതാണ് പ്രത്യേകത. പിന്നെ ബൈനറി സെർച്ച് ട്രീയിൽ ലെഫ്റ്റ് ചൈൽഡ് എപ്പോഴും റൂട്ടിനെക്കാട്ടിലും അല്ലെങ്കിൽ പാരൻറ്റിനെക്കാട്ടിലും ചെറുതായിരിക്കും, റൈറ്റ് ചൈൽഡ് പാരൻറ്റിനെക്കാട്ടിലും വലുതായിരിക്കും ചെയ്യുന്നതാണ് അതിൻ്റെ പ്രത്യേകത. നമ്മൾ ബൈനറി സെർച്ച് ട്രീയിൽ ഇൻസർഷൻ കണ്ടു കഴിഞ്ഞു, ട്രാവേഴ്സൽ കണ്ടു കഴിഞ്ഞു. ട്രാവേഴ്സൽ 3 തരം: പ്രീ ഓർഡർ, ഇൻ ഓർഡർ, പോസ്റ്റ് ഓർഡർ എന്ന് പറഞ്ഞിട്ട്. അതൊരു ട്രീനെ ട്രാവേഴ്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എല്ലാ നോഡുകളിലേക്കും ഒരു പ്രാവശ്യം എത്താനുള്ള വഴികൾ 3 ഉണ്ട്. പ്രീ ഓർഡർ, ഇൻ ഓർഡർ, പോസ്റ്റ് ഓർഡർ എന്ന് പറഞ്ഞിട്ട് 3. പ്രീ ഓർഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രിഫിക്സ് പറയുന്ന പോലെ +AB എന്ന് പറയുന്നത് പോലെ, ഇൻ ഓർഡർ എന്ന് പറഞ്ഞാൽ A+B എന്ന് പറയുന്ന പോലെ, പോസ്റ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ AB+ എന്ന് പറയുന്നത് പോലെ എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇപ്പോൾ പ്ലസ് അല്ലെങ്കിൽ ആ സൈനുകൾ, ഓപ്പറേഷൻസ് എല്ലാം പാരൻ്റായിട്ടും AB എന്നുള്ള ഓപ്പറേറ്റർ പ്ലസ് മൈനസ് സ്റ്റാർ ഡിവിഷൻ എന്നുള്ള ഓപ്പറേറ്റേഴ്സ് എല്ലാം പാരൻ്റായിട്ടും, ഓപ്പറൻസ് ABCD എന്താ ഓപ്പറൻസ് എല്ലാം അവരെല്ലാം ചൈൽഡായിട്ടും വരുന്ന ഒരു രീതിയിലാണ് ഞാൻ ഇപ്പോൾ ജസ്റ്റ് പറഞ്ഞത്. അതിന് നമ്മൾ എക്സ്പ്രഷൻ ട്രീ എന്നാണ് പറയുക. അത് നമുക്ക് പിന്നീട് കാണാം. അപ്പോൾ എന്തായാലും ഇൻ ഓർഡർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, പ്രീ ഓർഡർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, പോസ്റ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്. അതിൽ ഒരു ട്രീ തന്നു കഴിഞ്ഞാൽ അതിനെ അസെൻഡിങ് ഓർഡറിൽ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുന്ന ട്രാവേഴ്സൽ എന്ന് പറഞ്ഞാൽ ഇൻ ഓർഡറാണ്. ഇൻ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായി അസെൻഡിങ് ഓർഡറിൽ കിട്ടും. പ്രീ ഓർഡർ ചെയ്താൽ അസെൻഡിങ് ഓർഡർ കിട്ടില്ല, പോസ്റ്റ് ഓർഡർ ചെയ്താലും കിട്ടില്ല. ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇൻ ഓർഡറാണ് ഓർഡറിൽ, കൃത്യമായി അസെൻഡിങ് ഓർഡറിൽ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ നമ്മൾ ഇപ്പോൾ BSTയിൽ നമ്മൾ ചെയ്യുന്നില്ല, അസെൻഡിങ് ഓർഡറിലാണ് ചെയ്യുന്നത്. ഇപ്പോൾ അസെൻഡിങ് ഓർഡറിൽ നിന്ന് ചെയ്യാൻ എളുപ്പമെന്ന് പറഞ്ഞാൽ കാരണം എപ്പോഴും ലെഫ്റ്റിൽ ചെറുതുണ്ടാവും, റൈറ്റിൽ വലുതുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അസെൻഡിങ് ഓർഡർ കിട്ടണമെങ്കിൽ, ഒരു ബൈനറി സെർച്ച് ട്രീയിൽ നിന്ന് കിട്ടണമെങ്കിൽ ഇൻ ഓർഡർ ചെയ്യണമെന്ന് പറയുന്നത്. ഇനി ഡിലീഷനിലേക്ക് നമുക്ക് വരാം. ഡിലീഷനിൽ വരുമ്പോൾ നമുക്ക് 3 കേസുകൾ പറയാനുണ്ട്. ഒരു നോഡ് എന്ന് പറയുന്നത് 3 തരത്തിലുള്ള സിറ്റുവേഷനിൽ ആയിരിക്കാം. അതിൽ ആദ്യത്തെ സിറ്റുവേഷൻ നോട്ട് ടു ബി ഡിലീറ്റഡ് ഈസ് എ ലീഫ് എന്നുള്ളതാണ്. അതായത് ഡിലീറ്റ് ചെയ്യേണ്ട നോഡിന് ചിൽഡ്രൻ ഒന്നുമില്ല, ലെഫ്റ്റ് ചൈൽഡും ഇല്ല, റൈറ്റ് ചൈൽഡും ഇല്ല എന്നുള്ള അവസ്ഥ, ലീഫാണ്. ആ അവസ്ഥയിൽ എങ്ങനെ നമ്മൾ ഡിലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം കാണുന്നത്. രണ്ടാമത് നമ്മൾ കാണുന്നത് നോട്ട് ടു ബി ഡിലീറ്റഡ് ഹാസ് ഓൺലി 1 ചൈൽഡ്. നമുക്കറിയാം ബൈനറി സെർച്ച് ട്രീ എന്നുള്ളതായതുകൊണ്ട് മാക്സിമം 2 ചിൽഡ്രൻ ഉണ്ടാവുക. ആദ്യം നമ്മൾ കണ്ടത് ഒരു ചൈൽഡും ഇല്ലാത്ത കേസ്, ലീഫ്.
അടുത്ത് നമ്മൾ കാണുന്നത് ഒരേ ഒരു ചൈൽഡ് ഉള്ളത്, അതായത് ലെഫ്റ്റ് ചൈൽഡോ റൈറ്റ് ചൈൽഡോ. ലെഫ്റ്റ് ചൈൽഡ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സബ് ട്രീ തന്നെ ഉണ്ടാവാൻ താഴത്ത് വേറെ, പക്ഷേ നമ്മുടെ ആ നോഡിനെ സംബന്ധിച്ചിടത്തോളം അതിന് ലെഫ്റ്റ് ചൈൽഡ് ഉണ്ടാവാം, അതല്ലെങ്കിൽ റൈറ്റ് ചൈൽഡ് ഉണ്ടാവാം. ഏതെങ്കിലും ഒന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ, ലെഫ്റ്റ് ചൈൽഡ് മാത്രം അല്ലെങ്കിൽ റൈറ്റ് ചൈൽഡ് മാത്രം. അതാണ് നമ്മുടെ രണ്ടാമത്തെ കേസ്. ഇനി മൂന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ 2 ചിൽഡ്രനും ഉള്ള കേസാണ്. അങ്ങനെ ഉണ്ടാവാം. അപ്പോൾ അതാണ് 3 ഓപ്ഷൻസ് അല്ലേ. ഒരു നോഡ് എടുത്തു കഴിഞ്ഞാൽ അതിന് ഒരു ചൈൽഡും ഇല്ലാതിരിക്കാം, അതാണ് ലീഫ് എന്ന് നമ്മൾ പറയുന്നത്. ഒരു ചൈൽഡ് മാത്രം ഉണ്ടാവാം, ലെഫ്റ്റ് അല്ലെങ്കിൽ റൈറ്റ്. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ 2 ചിൽഡ്രനും ഉണ്ടാവാം എന്നുള്ള 3 തരത്തിലുള്ള ഓപ്ഷനാണ് ഒരു നോഡിനുണ്ടാവുള്ളൂ. കാരണം ബൈനറി സെർച്ച് ചെയ്തുകൊണ്ട് മാക്സിമം 2 ചിൽഡ്രനാണുള്ളത്. 0, 1, 2 എന്നുള്ളതായിരിക്കും അതിൻ്റെ ചിൽഡ്രൻ്റെ എണ്ണം. ആവാനുള്ള പോസിബിലിറ്റി 3 തന്നെ ഉള്ളൂ. ഒരു ചൈൽഡും ഇല്ലാതിരിക്കുക, ലീഫ്. ഒരേ ഒരു ചൈൽഡ് ലെഫ്റ്റോ റൈറ്റോ, അതൊരു കേസ്. അടുത്ത മൂന്നാമത്തെ കേസ് 2 ചിൽഡ്രനും ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ള 3 കേസുകളാണ് നമുക്ക് കൺസിഡർ ചെയ്യാനുള്ളത്. ജസ്റ്റ് ആദ്യത്തെ കേസ് നോക്കുകയാണെങ്കിൽ നോട്ട് ടു ബി ഡിലീറ്റഡ് ഈസ് എ ലീഫ്. അപ്പോൾ ഈ ഒരു ബൈനറി സെർച്ച് ട്രീ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൽ ലീഫായിട്ട് 20, 40, 60, 80 ഒരു മാത്രമേ ഉള്ളൂ. 50 എന്നുള്ളതിന് 2 ചിൽഡ്രൻ ഉണ്ട്, 30ക്ക് 2 ചിൽഡ്രൻ ഉണ്ട്, 70ക്ക് 2 ചിൽഡ്രൻ ഉണ്ട്. അവരൊന്നും ലീഫല്ല. ലീവ്സ് ആയിട്ടുള്ള ആരൊക്കെയുള്ളത്? 20, 40, 60, 80 4 പേരുള്ളത്. ഇവരെ 4 പേരെയും ഡിലീറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതാണ് ആദ്യത്തെ കേസ്. രണ്ടാമത്തെ കേസ് പറഞ്ഞാൽ നോട്ട് ടു ബി ഡിലീറ്റഡ് ഹാസ് ഓൺലി 1 ചൈൽഡ്. ഇപ്പോൾ 50യുടെ കേസ് നോക്കുകയാണെങ്കിൽ 50ക്ക് 2 ചിൽഡ്രൻ ഉണ്ട്, അപ്പോൾ 50നെ ഡിലീറ്റ് ചെയ്യുന്നത് ഇതിൽ വരുന്നില്ല. അടുത്ത് 30ക്ക് ഒരു ചൈൽഡേ ഉള്ളൂ, റൈറ്റ് ചൈൽഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനെ ഡിലീറ്റ് ചെയ്യാൻ 30നെ ഡിലീറ്റ് ചെയ്യാൻ ഈ ഒരു രണ്ടാമത്തെ കേസ് ഉപയോഗിക്കാം. 70നെ ഡിലീറ്റ് ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം 60, 80 എന്നുള്ള 2 ചിൽഡ്രൻ ഉണ്ട്. അതുപോലെ 40നെ ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം 40 ലീഫ് നോഡാണ്. അതിനെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ആദ്യത്തെ കേസ് ഉപയോഗിക്കണം. അതുപോലെ 60, 80 അവരൊക്കെ ലീവ്സാണ്, അപ്പോൾ അവരൊക്കെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ആദ്യത്തെ കേസാണ്. അപ്പോൾ ഈ രണ്ടാമത്തെ കേസിൽ നമുക്ക് ഇവിടെ ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഈ എക്സാമ്പിളിൽ 30 മാത്രമാണ്. അതുപോലെ മൂന്നാമത്തെ കേസിൽ നോക്കുകയാണെങ്കിൽ നോട്ട് ടു ബി ഡിലീറ്റഡ് ഹാസ് 2 ചിൽഡ്രൻ. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ 50ക്ക് 2 ചിൽഡ്രൻ ഉണ്ട്, 40, 70. അതുകൊണ്ട് 50നെ ഡിലീറ്റ് ചെയ്യാൻ ഈ ഒരു കേസ് ഉപയോഗിക്കാം. അതുപോലെ 40നെ ഡിലീറ്റ് ചെയ്യാൻ ഫസ്റ്റ് കേസ് ഉപയോഗിക്കണം, കാരണം 40 ലീഫിനോടാണ്. അതുപോലെ 70ക്ക് 60, 80 2 ചിൽഡ്രൻ ഉണ്ട്, അപ്പോൾ 70നെ ഡിലീറ്റ് ചെയ്യാനും ഈ കേസ് ഉപയോഗിക്കാം. 60, 80 അവർ ലീവ്സ് ആയതുകൊണ്ട് അവരെ ഡിലീറ്റ് ചെയ്യാൻ ഫസ്റ്റ് കേസ് ഉപയോഗിക്കണം. ആദ്യത്തെ കേസ് നോക്കാം. ഇപ്പോൾ 20 ആണെങ്കിലും 40 ആണെങ്കിലും 60 ആണെങ്കിലും 80 ആണെങ്കിലും ഡിലീറ്റ് ചെയ്യാൻ ആദ്യത്തെ കേസാണ്. വളരെ സിമ്പിളാണ്. എന്ത് ചെയ്താൽ മതി? ആ നോഡിൻ്റെ താഴെ ആരും ഇല്ലാത്തതുകൊണ്ട് യാതൊരു ബോധറേഷനും ഇല്ല, ആ നോഡിനെ ജസ്റ്റ് നള്ളാക്കുക. അപ്പോൾ 20നെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ 30യുടെ ലെഫ്റ്റ് നള്ളാക്കുക, 40നെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ 30യുടെ റൈറ്റ് നള്ളാക്കുക, 60നെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ 70യുടെ ലെഫ്റ്റ് നള്ളാക്കുക, 80നെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ 70യുടെ റൈറ്റ് നള്ളാക്കുക. അത്രയേ ഉള്ളൂ. ഇപ്പോൾ 20 ഡിലീറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവുക: 50, 30യുടെ ലെഫ്റ്റിലുള്ള 20 പോയി, 40, 60, 80. അപ്പോൾ കാര്യമായിട്ട് ചേഞ്ചസ് ഒന്നുമില്ല. 20 ഡിലീറ്റ് ആയി പോയി, ആ 20 അവിടെ പോയി എന്നല്ലാതെ ആ ട്രീക്ക് വേറൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ മൊത്തം സ്ട്രക്ചർ മാറിയിട്ടില്ല. 20 ഡിലീറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കാവുന്ന ആ ഒരു മാറ്റം മാത്രമേ വന്നിട്ടുള്ളൂ. നമ്മളെപ്പോഴും ഡിലീഷൻ നടത്തുമ്പോൾ വളരെ മിനിമം ചേഞ്ചസ് മാത്രമാണ് അതിൻ്റെ സ്ട്രക്ചറിന് വരുത്താൻ പാടുള്ളൂ. ആ രീതിയിൽ വേണം ചെയ്യാൻ. ഇപ്പോൾ ലീഫ് നോഡാകുമ്പോൾ യാതൊന്നും നമുക്ക് പരിഗണിക്കാനില്ല, താഴെ ആരും ഇല്ലാത്തതുകൊണ്ട്, അതിന് ചിൽഡ്രനൊന്നും ഇല്ലാത്തതുകൊണ്ട് വളരെ ഈസി ആയിട്ട് തന്നെ ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ ട്രീയുടെ സ്ട്രക്ചർ ആ ഡിലീറ്റ് ചെയ്ത ആ ഒരു കുറവല്ലാതെ വേറൊന്നും അതിൻ്റെ സ്ട്രക്ചറിന് വരാനില്ല. അപ്പോൾ 50, 30, 70, 20 പോയി, ബാക്കി 40, 60, 80. 40നൊന്നും മാറ്റേണ്ട ആവശ്യമില്ല, വേറെ ആരും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് 20യുടെ സ്ഥാനത്ത് നള്ള് വയ്ക്കുക, അതായത് 30യുടെ ലെഫ്റ്റിൽ നൾ വയ്ക്കുക എന്ന് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. ഓക്കെ. ഇനി അടുത്തത് നോട്ട് ടു ബി ഡിലീറ്റഡ് ഹാസ് ഓൺലി 1 ചൈൽഡ്. അപ്പോൾ ഈ കേസിലാണെങ്കിൽ 30ക്ക് ഒരേ ഒരു ചൈൽഡേ ഉള്ളൂ, 40. അപ്പോൾ 30നെ ഡിലീറ്റ് ചെയ്യുമ്പോൾ 40ക്ക് എന്ത് സംഭവിക്കും എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ നേരത്തെ കേസ് നമ്മൾ ചെയ്ത പോലെ 20, 40, 60, 80 ഡിലീറ്റ് ചെയ്യുമ്പോൾ ജസ്റ്റ് ആ സാധനത്തിന് നള്ള് വെച്ചാൽ മതി. 40 ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ 30യുടെ റൈറ്റിൽ നള്ള് വയ്ക്കുക, 60 ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ 70യുടെ ലെഫ്റ്റിൽ നള്ള് വയ്ക്കുക, 80നെ ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ 70യുടെ റൈറ്റിൽ നള്ള് വയ്ക്കുക. അത്രേ ചെയ്യാനുള്ളൂ. അപ്പോൾ ഇതിൽ 30നെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ, രണ്ടാമത്തെ കേസിൽ 30നെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ എന്ത് സംഭവിക്കണം? 30യുടെ റൈറ്റിലൊരു 40 ഉണ്ട്, അയാളെ പരിഗണിക്കണം. കാരണം 30 മാത്രമേ പോകണ്ടൂ. 30യുടെ ലെഫ്റ്റിലോ റൈറ്റിലോ ഉള്ള ചൈൽഡുകളോ അല്ലെങ്കിൽ അതിന് താഴെയുള്ള സബ്ട്രികളോ ഒന്നും പോകാൻ പാടില്ല. 30 മാത്രം പോകണം. അപ്പോൾ 30 മാത്രം പോകുമ്പോൾ എന്താ സംഭവിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ആദ്യത്തെ കേസിന് അത്ര സിമ്പിളല്ല. രണ്ടാമത്തത് ആദ്യത്തെ കേസ് പോലെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ 50യുടെ ലെഫ്റ്റിൽ നള്ള് വരും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ 40 അവിടെ ഇല്ലാത്ത അവസ്ഥ വരും, കാരണം 50യുടെ ലെഫ്റ്റിൽ നള്ളാണ്. അപ്പോൾ 40 ആ പിക്ചറിലേ ഇല്ല. 40യും കൂടി ഡിലീറ്റ് ആയിപ്പോയി. അങ്ങനെ ഡിലീറ്റ് ചെയ്യാൻ പാടില്ല. നമ്മൾ ഒരു നോഡിനെ മാത്രമേ ഡിലീറ്റ് ചെയ്യുള്ളൂ, 30. അപ്പോൾ 30നെ ഡിലീറ്റ് ചെയ്യുമ്പോൾ സാധാരണ രീതിയിൽ എന്ത് സംഭവിക്കണം? ആ 40 30യുടെ പ്ലേസിലേക്ക് കയറി വരണം. അപ്പോഴും ബൈനറി സെർച്ച് ട്രീ എന്നുള്ള പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ.
അപ്പോൾ 50യുടെ ലെഫ്റ്റിൽ 15നെക്കാളും ചെറിയ വാല്യൂസേ വരാൻ പാടുള്ളൂ. അപ്പോൾ 40 എന്നുള്ളത് 15യുടെ ചെറിയ വാല്യൂവിനെയാണ്, 30യുടെ വലുതായതുകൊണ്ട് 30 റൈറ്റിൽ വന്നു എന്ന് മാത്രം. അപ്പോൾ 30 ഡിലീറ്റ് ആയി പോകുമ്പോൾ 30യുടെ സ്ഥാനത്തേക്ക് 40 കയറി വരണം. 40 കയറി വരുമ്പോൾ 50യുടെ ലെഫ്റ്റിൽ 40, അത്രയേ ഉള്ളൂ. അപ്പോൾ 40 ഒരു നോഡ് ഡിലീറ്റ് ചെയ്യുമ്പോൾ അതിന് ഒരു ചൈൽഡെങ്കിലും ഉണ്ടെങ്കിൽ ആ ചൈൽഡിനെ ഡിലീറ്റ് ചെയ്യേണ്ട നോഡിൻ്റെ സ്ഥാനത്തേക്ക് കയറ്റി വയ്ക്കണം. ഒരു നോഡെങ്കിലും ഉണ്ടെങ്കിൽ എന്നല്ല, ഒരു നോഡേ ഉള്ളൂ എങ്കിൽ. 2 നോഡുള്ള കേസ്, 2 ചിൽഡ്രനുള്ള കേസ് നമ്മൾ അടുത്ത് കാണുന്നുണ്ട്. അപ്പോൾ ഡിലീറ്റ് ചെയ്യേണ്ട നോഡിന് ഒരു ചൈൽഡ് മാത്രമേ ഉള്ളൂ എങ്കിൽ ആ ചൈൽഡിനെ പിടിച്ച്, ആ ചൈൽഡിന് താഴെ വേറെ ഉണ്ടാവാം. അപ്പോൾ 40യുടെ താഴെ 45 എന്നൊരു നോഡ് ഉണ്ടാവാം, 40യുടെ റൈറ്റിൽ 45 ഉണ്ടാവാം, 40യുടെ ലെഫ്റ്റിൽ 35 ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ ഈ 40നെ പിടിച്ച് 30യുടെ സ്ഥാനത്ത് ഇടുന്ന പറഞ്ഞാൽ 40 എന്നുള്ള ഡിജിറ്റിനെ പിടിച്ചിടല്ല, ആ നോഡിനെ കംപ്ലീറ്റ് ആണ് ഇടുന്നത്. പോയിൻ്ററാണ് അവിടെ വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ 50യുടെ ലെഫ്റ്റിലുണ്ടായിരുന്നത് 30യുടെ അഡ്രസ്സായിരുന്നു. ആ 30യുടെ അഡ്രസ്സ് മാറ്റിയിട്ട് 40യുടെ അഡ്രസ്സ് അവിടെ വയ്ക്കുന്നു. അതായത് 40യും 40യുടെ താഴെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ എവിടേക്ക് കയറി വരും? 50യുടെ ലെഫ്റ്റിലേക്ക് കയറി വരും, മൊത്തത്തിൽ കയറി വരും. അപ്പോൾ സപ്പോസ് 40യുടെ ലെഫ്റ്റിൽ 35ഉം റൈറ്റിൽ 45 ഉണ്ടെങ്കിൽ നമ്മൾ 40യുടെ അഡ്രസ്സാണ് 50യുടെ ലെഫ്റ്റിലേക്ക് ഇടുന്നത്. അതുകൊണ്ട് ഈ 30നെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 50 ലെഫ്റ്റിൽ 40, 40യുടെ ലെഫ്റ്റിൽ 35ഉം 40യുടെ റൈറ്റിൽ 45ഉം ഉണ്ടാവും. ഓക്കെ, ആ ഡിജിറ്റിനെ മാത്രം പിടിച്ചിടല്ല, ഡേറ്റ മാത്രമല്ല, നോഡിൻ്റെ ഡേറ്റ മാത്രമല്ല നമ്മൾ മാറ്റുന്നത്, നോഡിൻ്റെ ലെഫ്റ്റ് പാർട്ട്, അതായത് നോഡിൻ്റെ ലെഫ്റ്റ് അഡ്രസ്സാണ് നമ്മൾ മാറ്റുന്നത്. അപ്പോൾ 50യുടെ ലെഫ്റ്റ് അഡ്രസ്സ് മാറ്റിയിട്ട് 40യുടെ അഡ്രസ്സാണ് അതിലേക്ക് വെക്കുന്നത്. 50യുടെ ലെഫ്റ്റിൽ ഉണ്ടായിരുന്നത് 30യുടെ അഡ്രസ്സായിരുന്നു, ആ 30യുടെ അഡ്രസ്സ് മാറ്റിയിട്ട് 40യുടെ അഡ്രസ്സാണ് വെക്കുന്നത്. അപ്പോൾ 40യുടെ താഴെ എന്തൊക്കെയുണ്ടോ അതൊക്കെ അവിടെ തന്നെ വരും. അപ്പോൾ നമ്മുടെ ബൈനറി സെർച്ച് ട്രീയിൽ വലിയ സ്ട്രക്ചറിൽ വലിയ ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല. കാരണം 30 പോയിൻ്റ് ഒരു എഫക്റ്റ് ഉണ്ടാവും, 40 അവിടെ കയറി വന്നു എന്ന് മാത്രം. ബാക്കിയുള്ള ആരും അത് എഫക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ 30 പോയി കഴിഞ്ഞാൽ 50യുടെ ലെഫ്റ്റിലേക്ക് 40 വരും. ഇപ്പോൾ 40യുടെ ലെഫ്റ്റിൽ 35 ഉണ്ടായിരുന്നെങ്കിൽ അത് അവിടെ തന്നെ വരുമായിരുന്നു. ഇതിലൊന്നും നമ്മൾ ചേഞ്ചസ് വരുത്തേണ്ട ആവശ്യമില്ല. അതാ പറഞ്ഞാൽ മിനിമം ചേഞ്ചസ് മാത്രമേ വരുത്താൻ പാടുള്ളൂ. 40യുടെ റൈറ്റിൽ 45 ഉണ്ടായിരുന്നെങ്കിൽ അത് അവിടെ തന്നെ ഉണ്ടാവും, അതിനൊന്നും നമ്മൾ മാറ്റം വരുത്താൻ പോകുന്നില്ല. അപ്പോൾ ഈ രീതിയിലാണ് ഒരു ചൈൽഡ് മാത്രം ഉള്ളെങ്കിൽ നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇത്ര സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിൾ എടുക്കേണ്ട, കുറച്ച് ഈ പറഞ്ഞതുപോലെ 40ക്ക് ലെഫ്റ്റിലും റൈറ്റിലൊക്കെ ചിൽഡ്രൻ നിങ്ങൾക്ക് വെക്കാം. ആ വെച്ചിട്ട് 40നെ 30യുടെ പ്ലേസിലേക്ക് കയറ്റുക. അപ്പോൾ 40യുടെ താഴെ എന്തൊക്കെയുണ്ടോ അതൊക്കെ അതേപോലെ തന്നെ മുകളിലേക്ക് കയറി വരും. ഇനി മൂന്നാമത്തെ കേസ് 2 ചിൽഡ്രൻ ഉള്ളതാണ്. 2 ചിൽഡ്രൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കേസ് എടുക്കാം, അല്ലെങ്കിൽ ഏത് കേസ് വേണം എടുക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്നത് 15നെയും 17നെയാണ്. അപ്പോൾ 17നെ ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം? അപ്പോൾ 6 നമുക്ക് അറിയാം, ഇത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഇത് BST ആവണം, ബൈനറി സെർച്ച് ട്രീ ആവണം. അല്ലാതെ നമുക്ക് അതിൻ്റെ മുഴുവൻ ഘടനകളും അല്ലെങ്കിൽ അതിൻ്റെ വേറെ റൂൾസൊന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല. ഡിലീറ്റ് ചെയ്താലും ഇത് BST ആയിട്ട് തന്നെ ഇരിക്കണം. BST എന്ന് പറഞ്ഞാൽ എപ്പോഴും പാരൻറ്റിൻ്റെ ലെഫ്റ്റിൽ ചെറിയ നോഡും റൈറ്റിൽ വലിയ നോട്ട്സും വേണം. അപ്പോൾ എങ്ങനെയാണോ നമുക്ക് ചിന്തിക്കാം. ഇപ്പോൾ 70 ഡിലീറ്റ് ചെയ്യണം വിചാരിക്കാം. 70 ഡിലീറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം താഴെയുള്ള 60യോ 80യോ അതിന് ഒരാൾ കയറി വരണം. 2 ചിൽഡ്രൻ ഉണ്ട്. നേരത്തെ ഇതുവരെ ഉള്ളതിലും അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നില്ല. ആദ്യത്തെ കേസിൽ ആരും ഉണ്ടായിരുന്നില്ല, ചിൽഡ്രൻ ആരും ഉണ്ടായിരുന്നില്ല. രണ്ടാമത്തെ കേസിൽ ഒരേ ഒരു ചൈൽഡ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ ചൈൽഡിനെ അങ്ങോട്ട് കയറ്റി വയ്ക്കാം. എന്നാൽ ഇതിൽ 2 ചിൽഡ്രൻ ഉള്ളതുകൊണ്ട് ആരെ കയറ്റണം, ആരെ കയറ്റിയാൽ ആണ് ബൈനറി സെർച്ച് ട്രീ പ്രോപ്പർട്ടി നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുക, അതിൻ്റെ സ്ട്രക്ചർ അധികം മാറാതിരിക്കുക എന്നൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഇപ്പോൾ സപ്പോസ് ഞാൻ 70, 60, 80 എന്നുള്ള കൺസിഡർ ചെയ്യണം. ആ 70നെ ഡിലീറ്റ് ചെയ്യണം. 70നെ ഡിലീറ്റ് ചെയ്യുമ്പോൾ 60 അവിടെ വന്നാൽ പ്രശ്നങ്ങളൊന്നുമില്ല. 60യുടെ റൈറ്റിലാണ് 80, പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി 80നെയാണ് ഞാൻ 70യുടെ സ്ഥാനത്ത് കയറ്റി വയ്ക്കുന്നെങ്കിലോ അപ്പോഴും പ്രശ്നമൊന്നുമില്ല. 80യുടെ ലെഫ്റ്റിലാണ് 60, അത് ബൈനറി സെർച്ച് ട്രീ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ഇത്രയും സിമ്പിളായിട്ടൊരു കേസാണ്. ഇതിന് പകരം ഇപ്പോൾ 70യുടെ ലെഫ്റ്റിൽ 60 ഉണ്ട്. ഇനിയിപ്പോൾ 60യുടെ ലെഫ്റ്റിൽ ഒരു 55ഉം 60യുടെ റൈറ്റിൽ ഒരു 65 ഉണ്ടെന്ന് വിചാരിക്കുക. ഞാൻ ഈ പറയുമ്പോൾ നിങ്ങൾ എഴുതി നോക്കുക, ഈ ട്രീനെ മാറ്റിയിട്ട് എഴുതി നോക്കുക. മുകളിൽ 50, 40, 70. 70യുടെ ലെഫ്റ്റിൽ 60, 60യുടെ ലെഫ്റ്റിൽ ഒരു 55ഉം റൈറ്റിൽ ഒരു 65ഉം ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിനെന്ത് സംഭവിക്കും? അപ്പോൾ നമ്മൾ 70നെ ഡിലീറ്റ് ചെയ്യുമ്പോൾ 60നെയാണ് അങ്ങോട്ട് എഴുതുന്നതെങ്കിൽ 60യുടെ ലെഫ്റ്റിൽ 55 ഉണ്ട്, റൈറ്റിൽ 65 ഉണ്ട്. അപ്പോൾ 70നെ കയറ്റി എഴുതുമ്പോൾ 60ക്ക് ഓൾറെഡി 2 ചിൽഡ്രൻ ഉണ്ട്. ഇനി 80യും കൂടി ഒരു ചൈൽഡായിട്ട് വരാൻ പറ്റില്ല. കാരണം മാക്സിമം 2 ചിൽഡ്രനെ നമ്മുടെ BSTയിൽ പറ്റുള്ളൂ. ബൈനറി ട്രീ ആവണം മിനിമം അത്. പിന്നെ വേണം പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യാൻ, ലെഫ്റ്റിൽ ചെറുതും റൈറ്റിൽ വലുതും എന്നുള്ളത്.
അപ്പോൾ 60ക്ക് ഓൾറെഡി 2 ചിൽഡ്രൻ ഉണ്ടായിരുന്നുവെങ്കിൽ ആ 60നെ നേരിട്ട് അവിടെ കയറ്റി വയ്ക്കാൻ പറ്റില്ല, 70യുടെ സ്ഥാനത്ത് കയറ്റി വയ്ക്കാൻ പറ്റില്ല. ഇതേ കേസ് തന്നെ 80യുടെ ഇതിലും വരും. 80ക്ക് ലെഫ്റ്റിൽ ഒരു 75ഉം റൈറ്റിൽ ഒരു 85 ഉണ്ടായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും? 80നെ നേരിട്ട് കയറ്റിയിട്ട് 70യിലേക്ക് വയ്ക്കാൻ പറ്റില്ല, കാരണം 80യുടെ ലെഫ്റ്റിൽ ഓൾറെഡി ഒരു 75 ഉണ്ട്. അപ്പോൾ 60നെ 80യുടെ ലെഫ്റ്റ് ആക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ സ്ട്രക്ചർ ആകെ മാറിപ്പോവും. ഇത് അങ്ങനെ താഴത്തേക്ക് എത്ര ലെവൽ വേണമെങ്കിലും ഉണ്ടാവാം. 60യുടെ താഴെ വലിയൊരു സബ് ട്രീ ഉണ്ടായിരിക്കാം, 80യുടെ താഴെ വേറെ വലിയ സബ് ട്രീ വേണമെങ്കിൽ ഉണ്ടായിരിക്കാം. അപ്പോൾ നമുക്ക് കോംപ്ലിക്കേറ്റഡ് ആവും. വളരെ 1-2 ലെവലിൽ നമുക്ക് പറഞ്ഞു നിർത്താൻ പറ്റുന്നൊരു കേസല്ല. അപ്പോൾ ഇങ്ങനെ ഈ അറ്റ് പ്രസൻറ്റ് സിറ്റുവേഷനിലാണെങ്കിൽ അതൊരു ബുദ്ധിമുട്ടില്ല, 60നെ 80നെ കൂളായിട്ട് നമുക്ക് കൊടുന്ന് വയ്ക്കാം. പക്ഷേ അത് ജനറൽ കേസല്ല. 60യുടെ താഴെ എന്ത് വേണമെങ്കിലും ഉണ്ടാവാം, എത്ര വലിയ ട്രീ വേണമെങ്കിലും ഉണ്ടാവാം, 80യുടെ താഴെയും എത്ര വലിയ ട്രീ വേണമെങ്കിലും ഉണ്ടാവാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്നാണ് നമുക്ക് ആലോചിക്കാനുള്ളത്. പല അൽഗോരിതംസും നമുക്ക് ചെയ്യാം. പറഞ്ഞു, നമുക്ക് ഇതൊന്നും യൂണിവേഴ്സലായിട്ടുള്ള അൽഗോരിതം നമുക്ക് പറയാൻ പറ്റില്ല. എന്തും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. ഇതൊക്കെ നമുക്ക് കസ്റ്റമൈസബിളാണ്, നമ്മുടെ ഡാറ്റാ സ്ട്രക്ചറാണ്. അപ്പോൾ നമ്മൾ അതെങ്ങനെ ഇപ്പോൾ ഇങ്ങനെ ഒരു രീതിയിൽ ചെയ്യാം. പക്ഷേ ആ രീതിയിൽ നമ്മൾ ഇന്ന രീതിയിലാണ് അത് ഫോളോ ചെയ്യേണ്ടത്, ഇന്ന രീതിയിലാണ് അതിനെ ഓർഗനൈസ് ചെയ്യേണ്ടതെന്ന് മാത്രമേ ഉള്ളൂ. അതിലേക്കുള്ള വഴികൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഏതൊരു അൽഗോരിതം അല്ലെങ്കിൽ ഏതൊരു സിറ്റുവേഷൻ എടുക്കുമ്പോഴും അതിനെ നമ്മുടേതായ രീതിയിൽ ചെയ്യാം. വഴികൾ ഇഷ്ടംപോലെ ഉണ്ട്. അതിൻ്റെ ഫൈനൽ റിസൾട്ട് ഇങ്ങനെ ആവണമെന്നേ ഉള്ളൂ. അതിൻ്റെ വഴികൾ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഇന്ന രീതിയിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നൊരു നിയമം എവിടെയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫൈനൽ റിസൾട്ടാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് ചെയ്യുമ്പോൾ, ഈ ഡിലീഷനിൽ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടത് മിനിമം ചേഞ്ചസേ വരാൻ പാടുള്ളൂ, സ്ട്രക്ചറിൽ വലിയ മാറ്റങ്ങൾ വരാൻ പാടില്ല എന്നുള്ളതൊക്കെയാണ് പ്രധാനം. അപ്പോൾ ഈ രീതിയിൽ 70നെ ഡിലീറ്റ് ചെയ്യുമ്പോൾ 60നെയോ 80നെയോ ഡയറക്റ്റായിട്ട് വയ്ക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കാരണം 60യുടെ താഴെ 60ക്ക് 2 ചിൽഡ്രൻ ഉണ്ടാവാം, അതിന് താഴെ വേറെ കുറേ ആൾക്കാർ ഉണ്ടാവാം. എന്തായാലും 60ക്ക് 2 ചിൽഡ്രൻ ഉണ്ടായാൽ തന്നെ ഈ കാര്യം പ്രശ്നമായി. അതുപോലെ 80യുടെ താഴെ 2 ചിൽഡ്രൻ ഉണ്ടായാൽ തന്നെ മാത്രം മതി, ഈ കാര്യം പ്രശ്നമായി. കാരണം 80നെയോ 60നെയോ 70യുടെ സ്ഥാനത്തേക്ക് നേരിട്ട് എടുത്തു വയ്ക്കാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താണ് ബെറ്റർ സൊല്യൂഷൻ അല്ലെങ്കിൽ ബെസ്റ്റ് സൊല്യൂഷൻ എന്താണ് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ അതിലത്തെ ഒരു വഴിയാണ് പറയുന്നത്. വേറെ അൽഗോരിതങ്ങൾ, വേറെ വഴികളുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ചെയ്യേണ്ടത് മിനിമം ചേഞ്ചസ് വരുത്തുക, സ്ട്രക്ചർ വലിയ മാറ്റം വരുത്താതെ ആക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാനുള്ളത്, അപ്പോൾ നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ട നോഡിന് 2 ചിൽഡ്രൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇൻഓർഡർ സക്സസറിനെ വെച്ച് റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം. ഇൻഓർഡർ സക്സസർ, അപ്പോൾ വലിയ പേടിയൊന്നും വേണ്ട. ഇൻഓർഡർ സക്സസ് എന്നുള്ള വാക്ക് കേട്ടിട്ട്, ഇൻഓർഡർ സക്സസർ എന്ന് പറഞ്ഞാൽ ശേഷം വരുന്നതാണ്. അപ്പോൾ നമ്മൾ ഇൻഓർഡർ ട്രാവേഴ്സ് നടത്തുമ്പോൾ 70 എന്ന് പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് വരുന്നത് ആരാണ് എന്നുള്ളതാണ് പ്രധാനം. അതാണ് ഇൻഓർഡർ സക്സസർ. 70 കഴിഞ്ഞാൽ അടുത്തത് ഇൻഓർഡറിൽ വരുന്നത് ആരാ? 70 കഴിഞ്ഞ് തൊട്ടടുത്ത വലിയ വാല്യൂ ആണ് ആ സബ് ട്രീയിലത്തെ, ആ ഒരു ട്രീയിലത്തെ 70 കഴിഞ്ഞ് തൊട്ടടുത്ത വലിയ വാല്യൂ ഏതാണ്, ആ വലിയ വാല്യൂ ആണ് അതിൻ്റെ ഇൻഓർഡർ സക്സസറായിട്ട് വരിക. അപ്പോൾ ഈ കേസിലാണെങ്കിൽ 80 ആണ് അത് 70 കഴിഞ്ഞാൽ വരുന്ന വലിയ വാല്യൂ. ഇപ്പോൾ 80യുടെ ലെഫ്റ്റിലൊരു 75 ഉണ്ടായിരുന്നുവെങ്കിൽ 70 കഴിഞ്ഞാൽ അടുത്ത് വരുന്ന വലിയ വാല്യൂ 75. അപ്പോൾ 75 ആണ് അതിൻ്റെ ഇൻഓർഡർ സക്സസർ. ഇൻഓർഡർ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ 70 കഴിഞ്ഞാൽ അടുത്ത് പ്രിൻ്റ് ആവുക 75 ആയിരിക്കും. കാരണം 80യുടെ ലെഫ്റ്റിൽ 75 ഉണ്ട്. 75ൻ്റെ ലെഫ്റ്റിലാണ് ഒന്നും ഇല്ലാത്തത്, അപ്പോൾ 75 അത് പ്രിൻ്റ് ചെയ്യും. ഇപ്പോൾ 75ൻ്റെ ലെഫ്റ്റിൽ 72 ഉണ്ട് വിചാരിക്കുക. അപ്പോൾ എന്താവും? 70യുടെ അടുത്ത ഇൻഓർഡർ സക്സസർ എന്ന് പറഞ്ഞാൽ 72 ആവും. 72ൻ്റെ താഴെ ഒരു 71 ഉണ്ട് വിചാരിക്കുക ലെഫ്റ്റിൽ. അപ്പോൾ എന്ത് സംഭവിക്കും? 70 കഴിഞ്ഞാൽ അടുത്ത ഇൻഓർഡർ സക്സസർ 71 ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഓർഡർ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കാരണം 70യുടെ റൈറ്റിൽ 80, 80യുടെ ലെഫ്റ്റിൽ 75, 75ൻ്റെ ലെഫ്റ്റിൽ 72, 72ൻ്റെ ലെഫ്റ്റിൽ 71. അപ്പോൾ ഇൻഓർഡർ സക്സസ് എന്ന് പറഞ്ഞാൽ 71 ആണ്. വരച്ച് നോക്കുക, ഈ പറയുമ്പോൾ നിങ്ങൾ വരച്ച് നോക്കുക. 70യുടെ റൈറ്റിൽ 80, 80യുടെ ലെഫ്റ്റിൽ 75, 75ൻ്റെ ലെഫ്റ്റിൽ 72, 72ൻ്റെ ലെഫ്റ്റിൽ 71. അപ്പോൾ 70 കഴിഞ്ഞാൽ അടുത്ത നോഡ് എന്ന് പറഞ്ഞാൽ ഇൻഓർഡർ ചെയ്യുമ്പോൾ അടുത്ത നോഡ്, അതായത് ഇൻഓർഡർ സക്സസർ എന്ന് പറഞ്ഞാൽ 71 ആണ്. 71നെ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യണമാണ് നല്ലത് എന്നാണ് നമ്മൾ പറയുന്നത്. കാരണം 71ന് ലെഫ്റ്റിൽ ഇനി ആരും ഉണ്ടാവില്ല. കാരണം 71ന് ലെഫ്റ്റിൽ 70.5 ആവാൻ പാടുള്ളൂ. കാരണം 70 എന്നുള്ളത് ഓൾറെഡി റൂട്ടിൽ വരുന്നതാണ്. അപ്പോൾ 70യുടെ റൈറ്റിൽ മുഴുവൻ 70നെക്കാളും വലിയ വാല്യൂസ് വേണം വരാൻ. അപ്പോൾ 70യുടെ റൈറ്റിൽ നിന്ന് വരാൻ പറ്റുന്നത് 70, നമ്മൾ ഹോൾ നമ്പർ എടുക്കുന്നുള്ളതെങ്കിൽ 71 കഴിഞ്ഞു. 70യുടെയും 71ൻ്റെ ഇടയിൽ വേറെ ഹോൾ നമ്പറൊന്നുമില്ല. അപ്പോൾ 71 ആണ് 70 കഴിഞ്ഞാൽ അടുത്ത വലിയ വാല്യൂ. അപ്പോൾ അതുകൊണ്ട് 71 വെച്ചിട്ട് നമുക്ക് 70നെ റീപ്ലേസ് ചെയ്യണം. അപ്പോൾ 71ൻ്റെ ലെഫ്റ്റിൽ ഇനി ആരും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇൻഓർഡർ സക്സസ് എന്ന ആരാണ്? ഒരു നോഡിന് ഇൻഓർഡർ സക്സസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ റൈറ്റ് സബ് ട്രീയിലത്തെ, അതായത് 80 റൂട്ടായിട്ടുള്ള
സബ് ട്രീയിലത്തെ ലെഫ്റ്റ് മോസ്റ്റ് നോഡായിരിക്കും ആര്? 70യുടെ ഇൻഓർഡർ സക്സസർ എന്ന് പറഞ്ഞാൽ. എന്നോട് പറയാം, 70യുടെ ഇൻഓർഡർ സക്സസർ എന്ന് പറഞ്ഞാൽ 70യുടെ റൈറ്റ് സബ് ട്രീ, അതായത് 80 എന്നുള്ളത് റൂട്ട് നോഡായിട്ടുള്ള സബ് ട്രീ. ട്രീൻ്റെ റൂട്ടല്ല പറയുന്നത്, സബ് ട്രീയുടെ റൂട്ടാണ് 80 എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ 80യുടെ ലെഫ്റ്റിൽ 75, അത് കഴിഞ്ഞ ശേഷം 72, അത് കഴിഞ്ഞിട്ട് 71. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സബ് ട്രീയിലത്തെ ലെഫ്റ്റ് മോസ്റ്റ് ചൈൽഡാണ് ഇൻഓർഡർ സക്സസർ. അപ്പോൾ അതിനെ വെച്ചിട്ടാണ് നമ്മൾ റീപ്ലേസ് ചെയ്യുക. അതിനെ റീപ്ലേസ് ചെയ്യാൻ അതിന് ലെഫ്റ്റിൽ ആരും ഇല്ല, റൈറ്റിൽ ആരും ഉണ്ടാവാം. ഇപ്പോൾ ഈ ഒരു കേസ് 70യുടെ റൈറ്റിൽ 80, 80യുടെ ലെഫ്റ്റിൽ 75, 75ൻ്റെ ലെഫ്റ്റിൽ 73 ആണ് വിചാരിക്കുക, അല്ലെങ്കിൽ 74 ആണ് വിചാരിക്കുക, 73 ആണെന്ന് എടുക്കുക. അപ്പോൾ 70യുടെ റൈറ്റിൽ 80, 80യുടെ ലെഫ്റ്റിൽ 75, 75ൻ്റെ ലെഫ്റ്റിൽ 73, 73യുടെ ലെഫ്റ്റിൽ 71 അങ്ങനെയാണ് വിചാരിക്കുക. അപ്പോൾ 71ൻ്റെ റൈറ്റിൽ ഒരു 72 ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം 73നേക്കാളും ചെറുതാണ്, അപ്പോൾ ലെഫ്റ്റിൽ വരണം. പക്ഷേ 71നേക്കാളും വലുതാണ്, അപ്പോൾ 72 71ൻ്റെ റൈറ്റിൽ വരണം. പറഞ്ഞത് വരച്ച് നോക്കുക. ലൈവ് ക്ലാസ്സിൽ ഡിസ്കഷനിൽ വരുമ്പോൾ ഈ പറയുന്ന എക്സാമ്പിളുകളൊക്കെ എടുത്ത് നോക്കുക. എന്നിട്ട് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക, ആ എക്സാമ്പിളുകൾ എനിക്ക് കാണിച്ചു തരിക. എന്നാൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഞാൻ ഇങ്ങനെ വെറുതെ പറഞ്ഞു തന്നതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഈ പറയുന്നത് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ 70യുടെ റൈറ്റിൽ 80, 80യുടെ ലെഫ്റ്റിൽ 75, 75ൻ്റെ ലെഫ്റ്റിൽ 73, 73യുടെ ലെഫ്റ്റിൽ 71, 71ൻ്റെ റൈറ്റിൽ 72. ഈ പറഞ്ഞ രീതിയിൽ വരച്ച് നോക്കുക. അപ്പോൾ അങ്ങനെയാകുമ്പോൾ 72 അല്ല ഇൻഓർഡർ സക്സസർ. കാരണം 70യുടെ റൈറ്റ് സബ് ട്രീയിലത്തെ ഏറ്റവും ചെറുതാണ്. ഏറ്റവും ചെറുത് എന്ന് പറഞ്ഞാൽ 71 ആണ്. ലെഫ്റ്റ് മോസ്റ്റ് ചൈൽഡായിരിക്കും എപ്പോഴും ചെറുതുണ്ടായിരിക്കുക. അപ്പോൾ 71നെ വെച്ചിട്ടാണ് റീപ്ലേസ് ചെയ്യേണ്ടത്. അപ്പോൾ 71നെ വെച്ച് റീപ്ലേസ് ചെയ്യണമെങ്കിൽ എന്ത് സംഭവിക്കണം? 71ന് ലെഫ്റ്റോ റൈറ്റോ ആരും ഇല്ലയെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. വെറുതെ 71നെ 70യുടെ സ്ഥാനത്തേക്ക് വെച്ചാൽ മതി, വേറെ ഒന്നും പ്രശ്നമില്ല. വളരെ എളുപ്പമാണ്. 71ന് ലെഫ്റ്റിലും റൈറ്റിലും ആരും ഇല്ല എങ്കിൽ 71ന് ലെഫ്റ്റിൽ ആരും ഉണ്ടാവില്ല. ലെഫ്റ്റിലുണ്ടെങ്കിൽ ആ ലെഫ്റ്റിലുള്ളതാണ് ചെറുതായിരിക്കുക, അപ്പോൾ ആ ചെറുതിനെ നമ്മൾ എടുക്കുക. അപ്പോൾ 71ൻ്റെ റൈറ്റിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ റൈറ്റിനെ നമുക്ക് എന്ത് ചെയ്യണം? 71ൻ്റെ സ്ഥാനത്തേക്ക് വെക്കണം. ഓക്കെ, 71നെ എടുത്തിട്ട് 70യുടെ സ്ഥാനത്തേക്കും 71നെ എടുത്തിട്ട് 72നെ എടുത്തിട്ട് 71ൻ്റെ സ്ഥാനത്തേക്കും വെക്കണം. ഓക്കെ, അപ്പോൾ 2 മാറ്റങ്ങൾ അവിടെ വരും. കാരണം അത് നിവൃത്തിയില്ല. അല്ലെങ്കിൽ 71നെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയുകയാണെങ്കിൽ ആ 72 ഒരു കണക്ഷൻ ഇല്ലാതെ പോകും. അങ്ങനെ ആവാൻ പാടില്ല. 72നെ പിടിച്ചിട്ട് 71ൻ്റെ സ്ഥാനത്തേക്ക് ഇടണം. 71നെ എടുത്തിട്ട് 70യിലേക്ക് വിടണം. അപ്പോൾ 71നെ എടുത്ത് 70യിലേക്ക് ഇടുക എന്ന് പറഞ്ഞാൽ ആ ഡേറ്റ മാത്രം മാറ്റിയാൽ മതി, വേറെ പോയിൻറ്റേഴ്സ് ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല. നിങ്ങളൊന്ന് ആലോചിക്കുക. 71നെ എടുത്തിട്ട് 70യുടെ സ്ഥാനത്തേക്ക് ഇടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പോയിൻറ്റേഴ്സിനെ ആരും ചേഞ്ച് ചെയ്യേണ്ട. ജസ്റ്റ് ആ 71നെ എടുത്തിട്ട് 71 എന്നുള്ള ഡേറ്റ എടുത്തിട്ട് 70യുടെ സ്ഥാനത്തേക്ക് ഇട്ടാൽ മതി. കാരണം 70യുടെ ലെഫ്റ്റിൽ 60 തന്നെയാണ് വരിക, റൈറ്റിൽ 80 തന്നെയാണ് വരിക. അതിൻ്റെ ലെഫ്റ്റിൽ 75 വരും, അതിൻ്റെ ലെഫ്റ്റിൽ 73യും വരും. പക്ഷേ 73യുടെ ലെഫ്റ്റിൽ 71 ഇനി വരാൻ പാടില്ല. 71ൻ്റെ റൈറ്റിലുള്ള 72 വേണം 71ലേക്ക് വരാൻ. അപ്പോൾ നമ്മുടെ 71നെ ഡിലീറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കണം? 72 71ൻ്റെ സ്ഥാനത്തേക്ക് കയറി വരണം. ആ പറഞ്ഞത് ഈ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ ആ കേസിന് ഈക്വലൻ്റ് ആണ്. അപ്പോൾ 30നെയാണ് ഡിലീറ്റ് ചെയ്യുന്നതെങ്കിൽ 40 30യുടെ സ്ഥാനത്തേക്ക് കയറി വരണം നമ്മൾ പറഞ്ഞു. അതേ സിറ്റുവേഷനാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അങ്ങനെ ആവാൻ പറ്റുള്ളൂ. ഇപ്പോൾ 2 ചിൽഡ്രൻ ഉണ്ടെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത് എന്തിനെയാണ്? ഡിലീറ്റ് ചെയ്യുന്ന നോഡിൻ്റെ ഇൻഓർഡർ സക്സസറിനെ പിടിച്ച് റീപ്ലേസ് ചെയ്യുക. ഇൻഓർഡർ സക്സസറിനെ ഡിലീറ്റ് ചെയ്യുന്നത് പോലെ ഇൻഓർഡർ സക്സസറിനെ അവിടെ നിന്ന് ഡിലീറ്റ് ചെയ്തു. ആ 71 എന്നുള്ള ജസ്റ്റ് ഇവിടേക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഡേറ്റ ഇതിനെ കോപ്പി പേസ്റ്റ് ചെയ്യണം. 71നെ ഡിലീറ്റ് ചെയ്യേണ്ട അവസ്ഥയാണ്. ഡിലീറ്റ് ചെയ്യുമ്പോൾ 71ന് എന്തേ ഉണ്ടാവുള്ളൂ? റൈറ്റിൽ മാത്രമേ ചൈൽഡ് ഉണ്ടാവുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ കേസാണ് അതിൽ വരിക. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ കേസിൽ 30നെ നമ്മൾ ഡിലീറ്റ് ചെയ്യുമ്പോൾ 40 എങ്ങനെയാണ് 30യുടെ സ്ഥാനത്തേക്ക് കയറി വരുന്നത്, അതേ കയറി വരുന്ന പോലെ കയറി വരും. അപ്പോൾ ഈ പറഞ്ഞ എക്സാമ്പിൾ ചെയ്ത് നോക്കുക. നമ്മുടെ ലൈവ് ഡിസ്കഷനിൽ കൃത്യമായി ഡൗട്ടുകൾ ചോദിക്കുക. ഈ എക്സാമ്പിളുകൾ വരച്ച് നോക്കി എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിയാൽ ഓക്കെ, മനസ്സിലായിട്ടില്ലെങ്കിൽ ആ സമയത്ത് നിങ്ങൾ കൃത്യമായി സംശയം ചോദിച്ചിരിക്കണം. അപ്പോൾ അതാണ് പറയാനുള്ളത്. അതാണ് ഒരു വഴി. കുറേ വഴികൾ പറയാൻ കൺഫ്യൂഷൻ ആക്കുന്നില്ല, ഒരു വഴി പഠിക്കുക. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ അൽഗോരിതത്തിലേക്കൊന്ന് വരാം. അൽഗോരിതം വരുമ്പോൾ ജാവയിലുള്ളൊരു അൽഗോരിതമാണ്. അത് കുഴപ്പമൊന്നുമില്ല, C++ പോലെ തന്നെ ചെറിയ ചേഞ്ചസ് മാത്രമേ വരുന്നുള്ളൂ. അതേപോലെ തന്നെ കോപ്പി ചെയ്തത് മാത്രം. ഇത് ഗീക്ക് ഫോർ ഗീക്സിൻ്റെ സൈറ്റാണ്. ഇത് ഏത് സൈറ്റ് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഞാൻ അധികവും ഇതൊന്നും തന്നെയാണ് എടുക്കാറ്. പിന്നെ ഇതിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള എക്സ്പ്ലനേഷനും അതുപോലെ അൽഗോരിതമൊക്കെ പറയുന്നുണ്ട്.
അപ്പോൾ അതുകൊണ്ട് നിങ്ങളിത് നോക്കിയാൽ മതി. ഗീക്സ് ഫോർ ഗീക്സ് അതിൽ കയറിയിട്ട് ബൈനറി സെർച്ച് ട്രീ സെർച്ച് ചെയ്താൽ മതി, അല്ലെങ്കിൽ BST മാത്രം അടിച്ചാൽ തന്നെ സെർച്ചുകളിൽ ഇഷ്ടംപോലെ വരും. അപ്പോൾ ഗീക്ക് ഫോർ ഗീക്സ് എടുക്കാം. അതാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ അത് തൽക്കാലം ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ അത് മനസ്സിലാക്കിയതിന് ശേഷം വേറെ സൈറ്റിലും കയറിയിട്ട് വേറെ വ്യത്യസ്ത രീതിയിൽ ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ അതിൽ നമുക്ക് ഡിലീഷൻ്റെ പാർട്ടിലേക്ക് വരാം. ഡിലീഷൻ്റെ പാർട്ടിൽ ഇതെവിടെയാണ് ഡിലീഷൻ്റെ വരുന്നത്? ഡിലീറ്റ് കീ എന്ന് പറയുന്നത്. ഡിലീറ്റ് കീ ഓഫ് ഇൻഡ് കീ. അപ്പോൾ ഡിലീറ്റ് ചെയ്യേണ്ട ഒരു നോഡിനെ നമ്മൾ പറയുകയാണ്. നമുക്ക് ആദ്യത്തെ 3 കേസുകളും നമുക്ക് നോക്കണം. ഒന്ന്, 2 ചിൽഡ്രനും ഇല്ലാത്ത കേസ്, അതായത് ലീഫ് നോഡായിട്ടുള്ള കേസ്. രണ്ടാമത്തെ കേസ് ഒരു ചൈൽഡ് മാത്രമുള്ളത്, ലെഫ്റ്റോ റൈറ്റിലോ ഒരു ചൈൽഡ് മാത്രമുള്ള നോഡ്. മൂന്നാമത്തെ കേസ് 2 ചിൽഡ്രനും ഉള്ളത്. അതിലെന്തൊക്കെ ആ 3 കേസുകൾ എങ്ങനെയൊക്കെയാണ് നമ്മുടെ അൽഗോരിതത്തിലൂടെ നമ്മൾ ചെയ്യാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് അൽഗോരിതം ഡിലീറ്റ് കീ എന്നുള്ള ഫംഗ്ഷൻ്റെയാണ്. അപ്പോൾ അതിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യുന്ന നോഡ് പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ കേസ് നമുക്ക് നോക്കാം. ആദ്യത്തെ കേസിൽ നമുക്കുണ്ടായിരുന്നത് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. 50, 30, 70, 20, 40, 60, 80. അപ്പോൾ നമുക്ക് 14, അപ്പോൾ നമ്മൾ നേരത്തെ 20നെ ഡിലീറ്റ് ചെയ്യണ കേസ് പറഞ്ഞു. ഈ 14നെ ഡിലീറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക നമുക്ക് അൽഗോരിതത്തിലൂടെ നോക്കാം. അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ മനസ്സിൽ വയ്ക്കുക. 50യുടെ ലെഫ്റ്റിൽ 30, 30യുടെ റൈറ്റിലാണ് 40 വരിക എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇനി നമുക്ക് ഇവിടേക്ക് വരാം. അൽഗോരിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇൻഡ് കീ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിലീറ്റ് ചെയ്യുന്ന നോഡാണ് 40 എന്നാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ റൂട്ട് ഈക്വൽ ടു ഡിലീറ്റ് റെക്കോർഡ് ഓഫ് റൂട്ട് കീ എന്നുള്ള രണ്ട് നമ്മൾ വേറൊരു ഫംഗ്ഷനെ വിളിക്കുകയാണ്. ഡിലീറ്റിൻ്റെ ഉള്ളിൽ നിന്ന് ഡിലീറ്റ് റെക്കോർഡ്, ഡിലീറ്റ് REC എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷനെ വിളിക്കുകയാണ്. നമ്മൾ പാസ് ചെയ്യുന്നത് റൂട്ടിനെയും കീനെയാണ്. റൂട്ട് എന്ന് പറഞ്ഞാൽ 50 ആണ്. 50 എന്ന് പറഞ്ഞാൽ 50യുടെ അഡ്രസ്സാണ്. നമ്മൾ 50 എന്ന് പറയുന്നത് 50യുടെ അഡ്രസ്സാണ് ആക്ച്വലി റൂട്ട് എന്ന് പറഞ്ഞാൽ. കീ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ട വാല്യൂ ആണ് 40 ആണ്, അതിൻ്റെ അഡ്രസ്സല്ല. അപ്പോൾ നമ്മൾ ഡിലീറ്റ് ചെയ്യേണ്ടത് 14നെയാണ്. അപ്പോൾ കീ എന്നുള്ളത് 40 ആണ്, റൂട്ട് എന്നുള്ളത് 50യുടെ അഡ്രസ്സാണ്. ഞാൻ 50 എന്നേ പറയുള്ളൂ, പക്ഷേ 50യുടെ അഡ്രസ്സാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ റൂട്ട് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഡിലീറ്റ് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ ഒരു റിട്ടേൺ ടൈപ്പ് ഉള്ളതാണ്. റിട്ടേൺ ടൈപ്പ് എന്താ? റൂട്ട് തന്നെയാണ്. റൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ നോഡ് തന്നെയാണ്. അപ്പോൾ ക്ലാസ് ടൈപ്പ് തന്നെയാണ് നമ്മുടെ റൂട്ടും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ പാസ് ചെയ്യുന്നത് റൂട്ടിനെയും കീനെയാണ്. നമ്മൾ റിക്കേഴ്സീവായിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. റിക്കേഴ്സീവായിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കോഡ് വളരെ ചെറുതായിരിക്കും. എക്സിക്യൂഷൻ സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും കോഡ് വളരെ ചെറുതായിരിക്കും, വളരെ എഫിഷ്യൻ്റ് ആവുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ റിക്കേഷൻ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. റിക്കേഷൻ്റെ ആ കോൺസെപ്റ്റ് കൃത്യമായി മനസ്സിലാക്കാതെ ഇവിടേക്ക് വരരുത്. കൃത്യമായി മനസ്സിലാക്കിയിട്ട് തന്നെ വരിക, എന്നാലേ ഇത് മനസ്സിലാവുള്ളൂ. അപ്പോൾ റൂട്ട് ഈക്വൽ ടു ഡിലീറ്റ് റെക്കോർഡ് ഓഫ് റൂട്ട് കോമ കീ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ 50, 40 എന്നാണ് അയക്കുന്നത്. 50യുടെ അഡ്രസ്സാണ്, 40 എന്നാണ് അയക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഇനി ഡിലീറ്റ് റെക്കോർഡ് നമ്മൾ താഴെ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഇത്രയേ ഉള്ളൂ. ഡിലീറ്റ് കീയിൽ വേറൊന്നും ചെയ്യില്ല, ഈ ഒരു ഫംഗ്ഷനെ വിളിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഡിലീറ്റ് റെക്കോർഡിലേക്ക് എത്തി. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് 50 എന്നും കിട്ടി, അതുപോലെ 40 എന്നും കിട്ടി. 50യുടെ അഡ്രസ്സാണെന്ന് എപ്പോഴും ഓർക്കുക. 50 എന്ന് പറയുമ്പോൾ 50യുടെ അഡ്രസ്സാണെന്ന് ഓർക്കുക, അല്ലെങ്കിൽ 40യുടെ അഡ്രസ്സ് എന്ന് ഞാൻ പറയാം, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവണ്ട. 50യുടെ അഡ്രസ്സും 40 എന്ന് ഞാൻ കൊടുത്തു. ഓക്കെ, അപ്പോൾ 50യുടെ അഡ്രസ്സ് നള്ളാണോ നോക്കി. 50യുടെ അഡ്രസ്സ് ഒരിക്കലും നള്ളല്ല. 50 നല്ല വാല്യൂ ആയിട്ടുള്ള നോഡുണ്ട് അവിടെ. അപ്പോൾ അതുകൊണ്ട് ഒന്നും സംഭവിക്കില്ല. അടുത്തതിലേക്ക് പോവും. റൂട്ട് തന്നെ നള്ളാണ്, ഒന്നും ഇനി ചെയ്യാനില്ല എന്നുള്ള, ഒന്നും ഡിലീറ്റ് ചെയ്യാനില്ലല്ലോ. ഓക്കെ, അപ്പോൾ അങ്ങനെയാകുമ്പോഴാണ് നമ്മൾ റൂട്ട് ഈക്വൽ ടു നൾ എന്നുള്ള ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ റിട്ടേൺ റൂട്ടാണ്. റിട്ടേൺ റൂട്ട് എന്ന് പറഞ്ഞാൽ നൾ എന്ന് തന്നെയാണ് പോകുന്നത്. അപ്പോൾ അവിടെ ഒന്നും ചെയ്യാനില്ല, ഡിലീറ്റ് ചെയ്യാനൊന്നുമില്ല. ഇനി അടുത്തത് ഇഫ് കീ ലെസ് ദാൻ റൂട്ട് ഡോട്ട് കീ. ഓക്കെ, റൂട്ടിൻ്റെ കീ എന്ന് പറഞ്ഞാലാണ് 50. ഓക്കെ, റൂട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അഡ്രസ്സും റൂട്ട് ഡോട്ട് കീ ആണ് 50. അപ്പോൾ കീ എന്നുള്ളത് 40 ആണ്. 40 ലെസ് ദാൻ 50 ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് 40നെ എവിടെ കാണാൻ വഴിയുള്ളൂ? BST ആയതുകൊണ്ട് 50യുടെ ലെഫ്റ്റിലേ കാണാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇനി ലെഫ്റ്റിലേക്ക് മാത്രം പോയാൽ മതി, റൈറ്റിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അതാണ് ബൈനറി സെർച്ച് ട്രീയുടെ ഒരു അഡ്വാൻറ്റേജ്. ബൈനറി സെർച്ചിൻ്റെ പ്രോപ്പർട്ടീസാണെന്ന് നമുക്ക് പറഞ്ഞു. ബൈനറി സെർച്ചിൽ നമുക്കറിയാം ചെറുതെല്ലാം ലെഫ്റ്റിൽ, വലുതെല്ലാം റൈറ്റിൽ. അതേ കാര്യം തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. അവിടെ നമ്മൾ മിഡിൽ എന്ന് പറയുന്നു, ഇവിടെ നമ്മളതിനെ പാരൻ്റ് എന്നാണ് പറയുന്നത്. പാരൻറ്റിന് ലെഫ്റ്റിലെല്ലാം ചെറിയ വാല്യൂസും റൈറ്റിലെല്ലാം വലിയ വാല്യൂസും ഉണ്ടാവുക. അപ്പോൾ നമുക്ക് വേണ്ട 40 എന്നുള്ളത് 50നെക്കാളും ചെറുതാണ്. 50നെക്കാളും ചെറുതായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ലെഫ്റ്റിലേക്ക് മാത്രം പോവുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ ചെയ്യുന്നത് റൂട്ട് ഡോട്ട് ലെഫ്റ്റ് ഈക്വൽ ടു ഡിലീറ്റ് റെക്കോർഡ് ഓഫ് റൂട്ട് ഡോട്ട് ലെഫ്റ്റ് കീ. ഇനി റൂട്ടിൻ്റെ ലെഫ്റ്റിലേക്ക് മാത്രമാണ് നമ്മൾ പോകുന്നത്. ഇനി നമ്മുടെ പുതിയ റൂട്ട് എന്ന് പറഞ്ഞാൽ റൂട്ട് ഡോട്ട് ലെഫ്റ്റാണ്. ഇത് റിക്കേഷനിൽ മാത്രം വരുന്നതാണ്. റിക്കേഷൻ മനസ്സിലായിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ റിക്കേഷൻ ആദ്യം പഠിക്കുക. അപ്പോൾ ഡിലീറ്റ് റെക്കോർഡ് ഓഫ് റൂട്ട് ഡോട്ട് ലെഫ്റ്റ് കീ എന്ന് പറഞ്ഞു. അപ്പോൾ റൂട്ട് ഡോട്ട് ലെഫ്റ്റ് ആരാ? 50യുടെ ലെഫ്റ്റിൽ ഓർക്കുക. 50യുടെ ലെഫ്റ്റിലുണ്ടായിരുന്നത് 30 ആണ്. 30യുടെ അഡ്രസ്സാണ് കേട്ടോ, 30 ആണ്. 30യുടെ അഡ്രസ്സാണ്. അപ്പോൾ 30യുടെ അഡ്രസ്സ് 40 എന്നുകൊണ്ട് നമ്മൾ പോയി.
നമ്മൾ ആദ്യം വന്നപ്പോൾ ഡിലീറ്റ് റെക്കോർഡിൽ 50യുടെ അഡ്രസ്സ് 40 എന്നുകൊണ്ടാണ് വന്നത്. അതിനുള്ളിൽ നിന്ന് 40 50നെക്കാട്ടിലും ചെറുതായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ലെഫ്റ്റിലേക്ക് പോയി. അപ്പോൾ ലെഫ്റ്റിലുള്ളത് റൂട്ടിൻ്റെ ലെഫ്റ്റിലുള്ള 30 ആണ്, 30യുടെ അഡ്രസ്സാണ്. അപ്പോൾ 30യുടെ അഡ്രസ്സ് 40 എന്നുകൊണ്ടാണ് അടുത്ത ഡിലീറ്റ് റെക്കോർഡ് എന്നുള്ള റിക്കേഷൻ സംഭവിക്കുന്നത്. അപ്പോൾ വീണ്ടും ഡിലീറ്റ് റെക്കോർഡിലേക്ക് വന്നു. അപ്പോൾ അവിടെ ഉള്ളത് 30യുടെ അഡ്രസ്സും 40 ആണ്. അപ്പോൾ 30 എന്നുള്ളത് 30യുടെ റൂട്ട് 30 റൂട്ട് എന്നല്ല, 30 എന്നുള്ള നോഡ് നള്ളാണോ നോക്കി, നള്ളല്ല. അപ്പോൾ നമ്മൾ താഴത്തേക്ക് വന്നു. 40 ഈസ് ലെസ് ദാൻ 30 ആണോ എന്ന് വെച്ചു, അല്ല, വലുതാണ് അല്ലേ, 40നെക്കാട്ടിലും ചെറുതാണ് 30, അല്ലാണ്ട് നേരെ തിരിച്ചല്ല. അപ്പോൾ നമുക്ക് എൽസിഫാണ് വർക്ക് ചെയ്യുക. എൽസിഫിൽ എന്താ ഉള്ളത്, കീ ഗ്രേറ്റർ ദാൻ റൂട്ട് ഡോട്ട് കീ ആണ്. ഈക്വൽ ആവാം, ചെറുതാവാം. അപ്പോൾ ആദ്യം നമ്മൾ ചെറുതാണോ നോക്കി, അല്ല, വലുതാണോ നോക്കി, വലുതാണെന്ന് കണ്ട് എന്ത് ചെയ്യണം, റൂട്ട് ഡോട്ട് റൈറ്റ് ഈക്വൽ ടു ഡിലീറ്റ് റെക്കോർഡ് ഓഫ് റൂട്ട് ഡോട്ട് റൈറ്റ് കീ. അപ്പോൾ ഇപ്പോൾ റൂട്ട് ഡോട്ട് റൈറ്റ് ഏതാ, 40യുടെ അഡ്രസ്സാണ്. നേരത്തെ റൂട്ട് എന്ന് പറഞ്ഞാൽ 50 ആയിരുന്നു, 50യുടെ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ 30 ആയിരുന്നു അല്ലേ. അപ്പോൾ റൂട്ട് ഡോട്ട് ലെഫ്റ്റ് അവിടെ എന്തായിരുന്നു, 30 ആയിരുന്നു. അപ്പോൾ റൂട്ട് എന്നുള്ളത് മാറി, റൂട്ട് എന്നുള്ളത് 30 ആയി മാറി. ഇപ്പോൾ റൂട്ട് ഡോട്ട് റൈറ്റ് എന്ന് പറഞ്ഞാൽ 30യുടെ റൈറ്റാണ് വരിക. അപ്പോൾ 30യുടെ റൈറ്റ് ആരാ, 40യുടെ അഡ്രസ്സാണ്. 40യുടെ അഡ്രസ്സ് 40 എന്ന് പറഞ്ഞാണ് രണ്ടാമത്തെ റിക്കേഴ്സീവ് കോൾ പോകുന്നത്, ഡിലീറ്റ് റെക്കോർഡ്. അപ്പോൾ വീണ്ടും ഡിലീറ്റ് റെക്കോർഡിലേക്ക് വന്നു. 40യുടെ അഡ്രസ്സ് നമ്മൾ നോക്കി, നള്ളാണോ നോക്കി, നള്ളല്ല. അതുകൊണ്ട് ചെക്ക് ചെയ്തു. 40 ലെസ് ദാൻ 40 ആണോ, അല്ല. അപ്പോൾ എൽസിഫിൽ വന്നു. 40 ഗ്രേറ്റർ ദാൻ 40 ആണോ, അല്ല, അതുമല്ല. മൂന്നാമത്തെ കേസായിട്ടുള്ള എൽസ് വർക്ക് ചെയ്തു. ഇപ്പോൾ നമുക്ക് മനസ്സിലായി എന്ത്, നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ട നോഡിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. കാരണം ചെറുതുമല്ല വലുതുമല്ല, അപ്പോൾ ഈക്വലി ആവാനുള്ള വഴിയുള്ളൂ. അപ്പോൾ നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ട നോഡിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ എൽസ് കേസാണ് വർക്ക് ചെയ്യുന്നത്. എൽസ് കേസിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഈ പറഞ്ഞ 3 കേസുകൾ. നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ട നോഡിലേക്ക് നമ്മൾ എത്തി. ഇനി അതിൽ ഡിലീറ്റ് ചെയ്യേണ്ട കേസുകൾ 3 എണ്ണമാണ്. ഒന്ന്, ആ ഡിലീറ്റ് ചെയ്യേണ്ട നോഡ് ലീഫാണോ, അല്ല ലെഫ്റ്റിൽ മാത്രം ചൈൽഡ് ഉണ്ടോ, മീൻസ് ലെഫ്റ്റിൽ മാത്രം അല്ലെങ്കിൽ റൈറ്റിൽ മാത്രം ചൈൽഡ് ഉണ്ടോ, ഇനി അതും അല്ലെങ്കിൽ 2 ചിൽഡ്രൻ ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ കേസിൽ ഇഫ് റൂട്ട് ഡോട്ട് ലെഫ്റ്റ് ഈക്വൽ ടു നൾ. ഓക്കെ, ഇവിടെ നമ്മൾ രണ്ടും നള്ളാണോ എന്നുള്ളത് സത്യം പറഞ്ഞാൽ ചെക്ക് ചെയ്യുന്നില്ല. അത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് പ്രധാനം. കാരണം ഇപ്പോൾ സപ്പോസ് ലെഫ്റ്റ് നൾ എന്നും ലെഫ്റ്റ് മാത്രം നൾ എന്ന് നമ്മൾ മാത്രം എന്നതിന് അർത്ഥമില്ല. ഈ റൂട്ട് ഡോട്ട് ലെഫ്റ്റ് ഈക്വൽ ടു നൾ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് മാത്രം നൾ എന്ന് അർത്ഥമില്ല. റൈറ്റിൽ വാല്യൂ ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം, നള്ളാവാതിരിക്കാം. അപ്പോൾ റൂട്ട് ഡോട്ട് ലെഫ്റ്റ് നള്ളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റിൽ ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. അപ്പോൾ റൂട്ട് ഡോട്ട് ലെഫ്റ്റ് നള്ളാണ്, റൂട്ട് ഡോട്ട് റൈറ്റും നള്ളാണെന്നുണ്ടെങ്കിൽ അത് നൾ എന്നാണ് അർത്ഥം. അപ്പോൾ ജസ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് ആ 40യുടെ സ്ഥാനത്ത് നൾ എന്നുള്ളത് വെക്കുക മാത്രമാണ്. നമ്മൾ ചെയ്യുന്നത് റിട്ടേൺ റൂട്ട് ഡോട്ട് റൈറ്റ് ആണ്. ഇപ്പോൾ 40യുടെ കേസ് നോക്കുക. 40യുടെ കേസിൽ എന്താ, 40 ഡോട്ട് ലെഫ്റ്റ് നള്ളാണോ ചെക്ക് ചെയ്തു, ആണ്. 40യുടെ ലെഫ്റ്റും നള്ളാണ്, റൈറ്റും നള്ളാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, റിട്ടേൺ റൂട്ട് ഡോട്ട് റൈറ്റ്. റൂട്ട് ഡോട്ട് റൈറ്റ് എന്താ, നൾ എന്നാണ്. അപ്പോൾ 40 എന്ന് പറഞ്ഞാണ് നമ്മൾ വന്നത്, 40യുടെ റൈറ്റിലേക്കാണ് നമ്മൾ എത്തിയത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, റൂട്ടിൻ്റെ റൈറ്റ് പറഞ്ഞാൽ 40യുടെ റൈറ്റ് ആണ്. 40 റൈറ്റ് നള്ളാണ്, അതിനെയാണ് നമ്മൾ റിട്ടേൺ ചെയ്യുന്നത്. റിട്ടേൺ ചെയ്യാന്ന് നമ്മൾ എവിടെ നമ്മൾ നമ്മുടെ തൊട്ട് മുന്നത്തെ റിക്കേഴ്സീവ് കോളിലെ എൽസിഫ് എന്നാണ് നമ്മൾ പോയത്. ഈ റിക്കേഴ്സീവ് കോളിൻ്റെ അല്ല, അതിന് തൊട്ട് മുമ്പത്തെ റിക്കേഴ്സീവ് കോൾ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇതിലേക്ക് എത്തിയിട്ടുള്ള റിക്കേഴ്സീവ് കോൾ. ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ള ഈ ഒരു അൽഗോരിതം അല്ല, അതിന് തൊട്ട് മുമ്പത്തെ അൽഗോരിതത്തിൽ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് എത്തിയത്. എല്ലാം ഡിലീറ്റ് റെക്കോർഡ് തന്നെ. റിക്കേഴ്സീവായിട്ട് കോൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പീസ് ജനറേറ്റ് ചെയ്യുന്നുള്ളത് എല്ലാവരും ഓർമ്മിക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് 40 എന്നുള്ള രീതിയിലാണ്. ഡിലീറ്റ് റെക്കോർഡ് ഓഫ് നോഡ് റൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തിരിക്കുന്നത് റൂട്ടിൻ്റെ റൈറ്റിനെയാണ്. റൂട്ടിൻ്റെ റൈറ്റ് എന്ന് പറഞ്ഞാൽ 30യുടെ റൈറ്റിനെയാണ്. 40 എന്നുകൊണ്ട് നമ്മൾ പറഞ്ഞത്. അപ്പോൾ 40യുടെ അഡ്രസ്സ് 40 എന്നുകൊണ്ട് നമ്മളിവിടെ എത്തിയത്. അപ്പോൾ അതിനെയാണ് ഡിലീറ്റ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലായി. നമ്മൾ റിട്ടേൺ റൂട്ട് ഡോട്ട് റൈറ്റ് എന്ന് പറയുമ്പോൾ നൾ എന്നുള്ള വാല്യൂ ആണ് പോവുക. അത് എവിടേക്കാണ് പോവുക ചോദിച്ചാൽ നമ്മൾ എൽസിഫിൽ റൂട്ട് ഡോട്ട് റൈറ്റ് ഈക്വൽ ടു ഡിലീറ്റ് റെക്കോർഡ് ഓഫ് റൂട്ട് ഡോട്ട് റൈറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അവിടെ കിട്ടിയ റൂട്ട് ഡോട്ട് റൈറ്റിൽ കിട്ടിയത് 40 ആയിരുന്നു. ആ 40നെ മാറ്റിയിട്ട് നൾ എന്നുള്ള വാല്യൂ ആണ് ഈ റൂട്ട് ഡോട്ട് റൈറ്റിലേക്ക് അസൈൻ ആവുക. ഓക്കെ, റിക്കേഷൻ മനസ്സിലായാലേ അത് കൃത്യമായി മനസ്സിലാവുള്ളൂ. അപ്പോൾ ഡിലീറ്റ് റെക്കോർഡ് ഓഫ് റൂട്ട് ഡോട്ട് റൈറ്റ് എന്ന് നമ്മൾ പറഞ്ഞു പോയി. ആദ്യം നമ്മൾ പോകുമ്പോൾ എന്തായിരുന്നു, 40 ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ 40നെയാണ് ഡിലീറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് കൊണ്ട് നമ്മൾ ആ റിക്കേഴ്സീവ് കോൾ എന്ന് സംഭവിക്കും റിട്ടേൺ റൂട്ട് ഡോട്ട് റൈറ്റ് എന്നാണ് പറയുന്നത്. റൂട്ട് ഡോട്ട് റൈറ്റ് എന്ന് പറഞ്ഞാൽ 40യുടെ ഈ റൂട്ട് ഡോട്ട് റൈറ്റ് അല്ല, ഈ ആദ്യം പറഞ്ഞ റൂട്ട് ഡോട്ട് റൈറ്റ് 40 എന്നുള്ളതാണ്. നമ്മൾ 40യുടെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ 40യുടെ റൈറ്റിലേക്കാണ് പോകുന്നത്. 40 റൈറ്റിൽ നള്ളാണ്. ആ നള്ളാണ് ഇവിടെ വരുന്ന റൂട്ട് ഡോട്ട് റൈറ്റ് ആയിട്ട് വരിക. അതായത് 30യുടെ റൈറ്റ് 40 എന്നുള്ള സ്ഥാനത്ത് അവിടെ നൾ എന്നുള്ളത് കയറി വരും. ഓക്കെ, അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. മനസ്സിലായിട്ടില്ലെങ്കിൽ വരച്ച് നോക്കുക. നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് ലൈവ് ക്ലാസ് നമുക്ക് നോക്കാം.
ഓക്കെ. അപ്പോൾ റൂട്ട് ഡോട്ട് റൈറ്റ് എന്ന് പറഞ്ഞാൽ 30യുടെ റൈറ്റിലേക്ക് എന്ത് കയറി വരും? നൾ എന്നുള്ളത് കയറി വരും എന്നുള്ളത് മനസ്സിലാക്കുക. ആദ്യം റിക്കേഷൻ പഠിക്കുക. റിക്കേഷൻ കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഇതിലേക്ക് വരിക. അപ്പോൾ റൂട്ട് ഡോട്ട് റൈറ്റ് എന്ന് പറഞ്ഞാൽ 30യുടെ റൈറ്റിൽ നൾ എന്നുള്ളത് വരും. അപ്പോൾ 2 ചിൽഡ്രൻ ഇല്ലാത്ത കേസാണെങ്കിലും നമുക്ക് ഇത്രേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ലെഫ്റ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ റൈറ്റിനെ കയറ്റിയിട്ട് അവിടെ ഇടുക. ഇനി ആ ഇഫിൻ്റെ ഉള്ളിലത്തെ എൽസിഫ് നോക്കി, റൂട്ട് ഡോട്ട് റൈറ്റ് ഈക്വൽ ടു നൾ ആണെങ്കിലോ? അപ്പോൾ എൽസിഫാണ്. എൽസിഫ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഡോട്ട് ലെഫ്റ്റ് നൾ അല്ലാത്ത കേസാണ്. ലെഫ്റ്റ് നള്ളാണെങ്കിൽ റൈറ്റിനെ കയറ്റിയിടുക എന്നാണ് നമ്മൾ പറഞ്ഞത്. അത് 2 ചിൽഡ്രൻ ഇല്ലാത്ത കേസിലും അത് വർക്ക് ചെയ്യും. ലെഫ്റ്റ് മാത്രം ഇല്ലാത്ത കേസിലും ആദ്യത്തെ ഇഫ് വർക്ക് ചെയ്യും. ഓക്കെ. ഈ ഇഫ് വർക്ക് ചെയ്യുന്ന ഏതൊക്കെ കേസിലാണ്? ആദ്യത്തെ ഇഫ് വർക്ക് ചെയ്യുന്ന ഏതൊക്കെ കേസിലാണ്? റൂട്ട് ഡോട്ട് ലെഫ്റ്റ് ഈക്വൽ ടു നൾ എന്നുള്ളത് ഏതൊക്കെ കേസിൽ വർക്ക് ചെയ്യും? 2 ചിൽഡ്രനും ഇല്ലാത്ത കേസിൽ. ഇഫിനോടാണെങ്കിലും ലെഫ്റ്റ് നള്ളായിരിക്കും. പിന്നെ അതേപോലെ റൈറ്റ് ചൈൽഡ് മാത്രം ഉണ്ടെങ്കിലും ലെഫ്റ്റ് നള്ളായിരിക്കും. അപ്പോൾ ആ 2 കേസിനും, അതായത് ആദ്യത്തെ കേസും രണ്ടാമത്തെ കേസിലത്തെ റൈറ്റ് ചൈൽഡ് മാത്രമുള്ള കേസും വർക്ക് ചെയ്യാൻ ഈ ഒരൊറ്റ ഇഫ് മതി. ഇനി എൽസിഫ് എന്തിനാ? എൽസിഫ് ഉപയോഗിക്കുന്നത് രണ്ടാമത്തെ കേസിൻ്റെ ലെഫ്റ്റ് ചൈൽഡ് മാത്രമുള്ള കേസ്. ഓക്കെ. രണ്ടാമത്തെ കേസിൽ നമ്മൾ പറഞ്ഞു ലെഫ്റ്റ് ചൈൽഡോ റൈറ്റ് ചൈൽഡോ മാത്രം ഉണ്ടാവാം. റൈറ്റ് ചൈൽഡ് മാത്രമുള്ളതാണെങ്കിൽ ആദ്യത്തെ ഇഫിൽ തന്നെ കയറി പോകും. നേരെ മറിച്ച് ലെഫ്റ്റ് ചൈൽഡ് മാത്രമുള്ള കേസാണെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ടാമത്തെ എടുത്തത് എൽസിഫ്. എൽസിഫ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഡോട്ട് ലെഫ്റ്റ് നള്ളല്ല. അല്ലാത്ത കേസിൽ റൂട്ട് ഡോട്ട് റൈറ്റ് നള്ളാണെങ്കിൽ എന്ത് സംഭവിക്കും? റിട്ടേൺ റൂട്ട് ഡോട്ട് ലെഫ്റ്റ്. അപ്പോൾ ലെഫ്റ്റിനെ പിടിച്ച് ആ റൂട്ടിനെ അങ്ങോട്ട് ഇടും. ഇപ്പോൾ 40യുടെ അവിടെ 40യുടെ റൈറ്റിൽ നള്ളായിരുന്നു, ആ നള്ളിനെ അങ്ങോട്ട് ഇട്ടു എന്ന് പറയുന്നത് പോലെ 40യുടെ ലെഫ്റ്റിൽ ആരെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ സപ്പോസ് 40യുടെ ലെഫ്റ്റിൽ ഒരു 35 ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കണം? 35നെ പിടിച്ചിട്ട് 40യുടെ സ്ഥലത്തേക്ക് ഇടണം. 40യുടെ ലെഫ്റ്റ് നള്ളല്ല. അപ്പോൾ രണ്ടാമത്തെ കേസാണ് വർക്ക് ചെയ്യുക. റൂട്ടിൻ്റെ റൈറ്റ് മാത്രമേ നള്ളായിട്ടുള്ളൂ, ലെഫ്റ്റ് നള്ളായിട്ടില്ല. 40യുടെ ലെഫ്റ്റ് നള്ളല്ല. ലെഫ്റ്റ് 35 ആണെങ്കിൽ ആ 35നെ പിടിച്ചിട്ട് 40യുടെ സ്ഥാനത്തേക്ക് ഇടണം. അതിനാണ് ജസ്റ്റ് റിട്ടേൺ റൂട്ട് ഡോട്ട് ലെഫ്റ്റ്. വളരെ എളുപ്പമാണ്, വേറെ അസൈൻമെൻറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. റിക്കേഷൻ്റെ വളരെ വലിയൊരു സ്ട്രെങ്ത്താണത്. വളരെ എളുപ്പത്തിൽ നമുക്ക് പോയിൻറ്റേഴ്സിനെ റീഅസൈൻ ചെയ്യാൻ പറ്റും. റൂട്ട് ഡോട്ട് ലെഫ്റ്റിനെ രജിസ്റ്റർ റിട്ടേൺ ചെയ്യേ വേണ്ടു. അതിനെ നമ്മുടെ 30യുടെ റൈറ്റ് ആക്കിയിട്ട് വെച്ചോളൂ. 30യുടെ റൈറ്റിൽ 35 വരും. ഓക്കെ. ഇനി ഇതൊന്നും രണ്ടും അല്ലാത്ത കേസ്, ഇതൊക്കെ റിട്ടേൺ ആണ്. റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഇതൊന്ന് എക്സിറ്റ് ചെയ്ത് പോയിക്കോളും. അപ്പോൾ ഇനി നമുക്ക് എൽസ് പറയേണ്ട ആവശ്യമില്ല. നമുക്ക് എന്താ വേണ്ടത്? അവസാനത്തത് ഇപ്പോൾ ഒരു നോഡും ഒരു ചൈൽഡും ഇല്ലാത്ത കേസും പറഞ്ഞു, ഒരേ ഒരു ചൈൽഡ് ഉള്ള കേസും പറഞ്ഞു. ഇനിയുള്ളത് 2 ചിൽഡ്രൻ ഉള്ള കേസാണ്. അപ്പോൾ 2 ചിൽഡ്രൻ ഉള്ള കേസ് നമ്മൾ പറയേണ്ടായി റൈറ്റ് സബ് ട്രീയിലത്തെ ലെഫ്റ്റ് മോസ്റ്റ് ചൈൽഡ്, ഏറ്റവും ചെറിയ ചൈൽഡ്, അതായത് നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ട നോഡിൻ്റെ ഇൻഓർഡർ സക്സസർ ആണെന്ന് നമ്മൾ പറയേണ്ടായി. ഓക്കെ. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് മിനിമം വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. എവിടുത്തെ? നമുക്ക് ഡിലീറ്റ് ചെയ്യുന്ന നോഡിൻ്റെ റൈറ്റിൽ. ഡിലീറ്റ് ചെയ്യുന്ന നോഡാണ് റൂട്ട്. റൂട്ടിൻ്റെ റൈറ്റ് സബ് ട്രീയിലേക്കാണ് നമ്മൾ പോകുന്നത്. അതാണ് റൂട്ട് ഡോട്ട് കീ ഈക്വൽ ടു മിൻ വാല്യൂ ഓഫ് റൂട്ട് ഡോട്ട് റൈറ്റ് നിന്ന്. അപ്പോൾ റൂട്ടിൻ്റെ റൈറ്റ് സബ് ട്രീയിലേക്ക് നമ്മൾ പോവുകയാണ്. അവിടുത്തെ ഏറ്റവും ചെറുത് കണ്ടുപിടിക്കുക. അതായിരിക്കും നമ്മുടെ ഡിലീറ്റ് ചെയ്യുന്ന നോഡിൻ്റെ ഇൻഓർഡർ സക്സസർ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ കണ്ടുപിടിക്കാനുള്ള ഒരു ഫംഗ്ഷൻ നമ്മൾ എഴുതിയിട്ടുണ്ട്. ജസ്റ്റ് അതിൻ്റെ മിനിമം വാല്യൂ കണ്ടുപിടിക്കും. മിനിമം വാല്യൂ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് മോസ്റ്റ് ചൈൽഡ് കണ്ടുപിടിക്കുക, അത്രയേ ഉള്ളൂ. അങ്ങനെ വേറെ കമ്പാരിസൺ ഒന്നും ആവശ്യമില്ല. ലെഫ്റ്റ് മോസ്റ്റ് ചൈൽഡ് മാത്രം നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ മിൻ വാല്യൂ നമ്മൾ താഴത്തെ എഴുതിയിട്ടുണ്ട്. നമ്മൾ ഇതിനെ എവിടേക്ക് കൊടുത്തു? ഡിലീറ്റ് ചെയ്യേണ്ട നോഡിനെ എവിടേക്ക് കൊടുത്തു? അതായത് ഡിലീറ്റ് ചെയ്യേണ്ട നോഡിൻ്റെ റൈറ്റ് അതിലേക്ക് പോവുക. റൈറ്റിലേക്ക് വന്നു. റൈറ്റിൽ മിനിമം വാല്യൂ ഇക്വൽ റൂട്ട് ഡോട്ട് കീ. അപ്പോൾ ആ റൂട്ടിനെ തന്നെ നമ്മൾ മിനിമം വാല്യൂ ആക്കി വെച്ചു. പിന്നെ എന്ത് ചെയ്തു? റൂട്ടിന് ലെഫ്റ്റ് ഉണ്ടോ നോക്കി. ലെഫ്റ്റ് ഉണ്ടെങ്കിൽ ലെഫ്റ്റിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. ഓക്കെ. അപ്പോൾ റൂട്ട് ഡോട്ട് ലെഫ്റ്റ് നള്ള അല്ലെങ്കിൽ എന്ത് ചെയ്യും? മിനിമം വാല്യൂ റൂട്ടിൻ്റെ ലെഫ്റ്റിൻ്റെ കീ ആക്കും, റൂട്ടിനെ റൂട്ട് ഡോട്ട് ലെഫ്റ്റ് ആക്കും. റിക്കേഴ്സീവായിട്ട് പോയിക്കൊണ്ടേ മീൻസ് ട്രാവേഴ്സ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും, ഐട്രേറ്റീവായിട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ റൂട്ടിൻ്റെ ലെഫ്റ്റ് നള്ളാവുന്നിടത്തോളം പോവും. ഓക്കെ. അപ്പോൾ റൂട്ടിൻ്റെ ലെഫ്റ്റ് നള്ളായി കഴിഞ്ഞാൽ അതാണ് ഏറ്റവും മിനിമം. അപ്പോൾ ആ വാല്യൂവിനെയാണ് നമ്മൾ മിനിമം വാല്യൂയോട് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ റിട്ടേൺ മിൻ വി. ഓക്കെ. അപ്പോൾ ആദ്യം നമ്മൾ ഡിലീറ്റ് ചെയ്യുന്ന നോഡിനെ റൈറ്റിലത്തെ വാല്യൂവിനെ മിനിമാക്കി വെച്ചു. ഇനി അതിൻ്റെ ലെഫ്റ്റിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. ലെഫ്റ്റ് നള്ളാവുന്നിടത്തോളം കാലം പോയിക്കൊണ്ടേയിരിക്കും. പോയി ലെഫ്റ്റ് നള്ളായി കഴിഞ്ഞാൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. അതാണ് നമ്മുടെ മിൻ വാല്യൂ. ഓക്കെ. മിൻ വി. ആ മിൻ വിനെ നമ്മൾ റിട്ടേൺ ചെയ്തു. അത് റൂട്ട് ഡോട്ട് കീ ആയിട്ട് വന്നു. ഓക്കെ. അപ്പോൾ റൂട്ടിൻ്റെ കീ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ആ വാല്യൂ സെറ്റ് ചെയ്തു. ഓക്കെ. ഇപ്പോൾ പറയുകയാണെങ്കിൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ 17നെ ഡിലീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. 70ക്ക് പകരം 15നെ ഡിലീറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ. കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് നോക്കാം. അപ്പോൾ 15നെ ഡിലീറ്റ് ചെയ്യണമെന്ന് വേണം. 15നെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ 15ൻ്റെ ഇൻഓർഡർ സക്സസർ വേണം. ഇൻഓർഡർ സക്സസർ എന്ന് പറഞ്ഞാൽ
50 കഴിഞ്ഞാൽ തൊട്ടടുത്ത വലിയ വാല്യൂ എന്ന് പറഞ്ഞാൽ വലിയ വാല്യൂ എപ്പോഴും റൈറ്റിലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ റൈറ്റ് സബ് ട്രീ നോക്കണം. അപ്പോൾ 70 എന്നുള്ളത് റൂട്ടായിട്ടുള്ള സബ് ട്രീ നോക്കണം. 70യിലെ ഏറ്റവും ലെഫ്റ്റ് മോസ്റ്റ് നോഡായിരിക്കും ഏറ്റവും ചെറുതായിട്ടുണ്ടാവുക. ഇപ്പോൾ 60യുടെ റൈറ്റിൽ 65 ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ലെഫ്റ്റിൽ സം 59 അല്ലെങ്കിൽ വേറെ 58 15നെക്കാട്ടിലും വലിയ ഏതെങ്കിലും വാല്യൂ ഉണ്ടെങ്കിൽ അതായിരിക്കും മിനിമം വാല്യൂ ഉണ്ടാവുക. അപ്പോൾ ഈ കേസിലാണെങ്കിൽ ഇപ്പോൾ സപ്പോസ് 70 എളുപ്പത്തിന് വേണ്ടിയിട്ട് 60യുടെ റൈറ്റിൽ 65 ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അത് നിങ്ങൾ വരയ്ക്കുക. 70യുടെ ലെഫ്റ്റിൽ 60യുടെ റൈറ്റിൽ 65. അപ്പോൾ എന്താ സംഭവിക്കുക? 16 എടുത്തിട്ട് നമ്മൾ എന്ത് വേണം? 50യിൽ എഴുതിയാൽ മതി. ഡാറ്റ മാത്രം മാറ്റിയാൽ മതി, അവിടെ ഒന്നും മാറ്റങ്ങളില്ല. ഓക്കെ, 50യുടെ ലെഫ്റ്റിൽ 40യും റൈറ്റിൽ 70യും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ 50 എന്നുള്ളത് മാറ്റിയിട്ട് 60 എന്ന് എഴുതിയാൽ മാത്രം മതി. അപ്പോൾ അതാണ് നമ്മൾ എന്ത് ചെയ്തത്? മിനിമം വാല്യൂ കണ്ടുപിടിച്ചത്. വാല്യൂ കണ്ടുപിടിച്ചിട്ട് റൂട്ടിൻ്റെ കീ എന്ന് പറയുന്നത് നമ്മൾ കണ്ടോ, റൂട്ട് ഡോട്ട് കീ ഈക്വൽ ടു മിൻ വാല്യൂ ഓഫ് റൂട്ട് ഡോട്ട് റൈറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള ആ വാല്യൂവിനെ എടുത്തിട്ട് റൂട്ടിൻ്റെ കീ ആയിട്ട് മാറ്റി. അതായത് നമ്മൾ 50 മാറ്റിയിട്ട് എന്താക്കണം? ഇവിടെ കേസിൽ 60 ആക്കണം. ഓക്കെ, 50 മാറ്റിയിട്ട് 60 ആക്കണം. ഇനി എന്ത് വേണം? ഇത് മാത്രം ചെയ്താൽ മതിയോ? പോരാ, 2 60 വരാൻ പറ്റില്ല, ഡ്യൂപ്ലിക്കേഷൻ വരാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ 50 മാറ്റിയിട്ട് 60 എഴുതി കഴിഞ്ഞാൽ 60യുടെ ലെഫ്റ്റിൽ 40, റൈറ്റിൽ 70, പിന്നെയും ലെഫ്റ്റിൽ 60യുടെ റൈറ്റിൽ 65. അങ്ങനെ പറ്റുമോ? പറ്റില്ല. കാരണം 16 ഓൾറെഡി നമ്മൾ മാറ്റി കഴിഞ്ഞു. അപ്പോൾ ഇനി 60 അവിടെ വേണ്ട. 16 അവിടെ വേണ്ടെന്ന് പറഞ്ഞാൽ 16 നമുക്ക് ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ ഇനി നമ്മുടെ ഡിലീഷൻ എന്തായി മാറി? 15നെ ഡിലീറ്റ് ചെയ്യുന്നത് നമ്മൾ വന്ന് എന്തിനെ ഡിലീറ്റ് ചെയ്യാനായി മാറി? 16നെ ഡിലീറ്റ് ചെയ്യാനായി മാറി. കാരണം 15നെ ഡിലീറ്റ് ചെയ്ത് 50യുടെ ആ സ്ഥാനത്ത് ഡേറ്റ മാത്രം മാറ്റിയിട്ട് കീ മാത്രം മാറ്റിയിട്ട് 16 എഴുതി കഴിഞ്ഞു. അതോടുകൂടി 50യുടെ ഡിലീഷൻ എന്നുള്ളത് ഓക്കെ ആയി. പക്ഷേ 60 എന്നുള്ളതിനെ നമുക്ക് ഇവിടുന്ന് ഡിലീറ്റ് ചെയ്ത് കളയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് വേണം? 60യുടെ റൈറ്റിൽ 65 ഉണ്ടെന്ന് വിചാരിക്കുക, എന്ത് സംഭവിക്കും? അപ്പോൾ വീണ്ടും ആദ്യത്തെ ഡിലീഷൻ നോക്കണം അല്ലേ? ഡിലീറ്റ് ചെയ്യുമ്പോൾ 16 ഇനി നമ്മുടെ ശ്രദ്ധ എന്താ? 16നെ ഡിലീറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ വീണ്ടും ആദ്യം മുതൽ ഡിലീഷൻ എന്നുള്ളതെന്ന് ഓർക്കുക. അപ്പോൾ 60 എന്നുള്ളത് എങ്ങനത്തെ നോഡാണ്? ലീഫാണോ? അല്ല, ലീഫാണെങ്കിൽ ഒരു പ്രശ്നമില്ല, ജസ്റ്റ് അവിടെ നൾ എഴുതിയാൽ മതി. 70യുടെ ലെഫ്റ്റിൽ നൾ എഴുതിയാൽ മതി. ഇപ്പോൾ 60യുടെ റൈറ്റിൽ എന്തുണ്ട്? 60യുടെ ലെഫ്റ്റിലൊന്നും ഉണ്ടാവില്ല എന്ന് ഓർക്കണം കേട്ടോ. 60യുടെ ലെഫ്റ്റിൽ എന്താണോ ഉണ്ടാവാത്തത്? കാരണം 60 ഏറ്റവും ചെറുത്. അപ്പോൾ 60യുടെ ലെഫ്റ്റിൽ ആരും ഉണ്ടാവില്ല. അപ്പോൾ 60യുടെ റൈറ്റിൽ മാത്രമേ ആരെങ്കിലും ഉണ്ടാവുള്ളൂ. അപ്പോൾ 60യുടെ റൈറ്റിൽ ആരാ? 65 ഉണ്ട്. 60യുടെ റൈറ്റിൽ 65 ഉണ്ടെങ്കിൽ 65നെ കളയാൻ പാടുമോ? പാടില്ല. 65ന് എന്ത് ചെയ്യണം? 70യുടെ ലെഫ്റ്റാക്കി എഴുതണം. അപ്പോൾ 70യുടെ ലെഫ്റ്റിലാക്കിയിട്ട് 65നെ നമുക്ക് എഴുതണം. അപ്പോൾ എന്ത് വേണം? അപ്പോൾ ഡിലീറ്റ് ചെയ്യുന്നതിനോട് 60 ആണ്. 60ക്ക് ഒരേ ഒരു ചൈൽഡേ ഉള്ളൂ, അത് റൈറ്റ് ചൈൽഡാണ്. അപ്പോൾ റൈറ്റ് ചൈൽഡ് നമ്മൾ രണ്ടാമത്തെ കേസ് അല്ലേ, രണ്ടാമത്തെ ഡിലീഷനാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ലെഫ്റ്റ് ചൈൽഡ് മാത്രമുള്ള കേസില്ല, റൈറ്റ് ചൈൽഡ് മാത്രമുള്ള കേസേ ഇവിടെ വരുന്നുള്ളൂ എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ 60യുടെ റൈറ്റിലുള്ള 65നെ 70യുടെ ലെഫ്റ്റിലേക്ക് നമ്മൾ ഓൾറെഡി ചെയ്ത പോലെ തന്നെ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം.